He has entered into the realm of environmental activism through organizing environmental educational programs for schools in Kerala. He is one of the pioneers in the zero waste movement in India, and he has led the zero waste campaign and programs for Tunnel in Kerala. He was with Tunnel until last year, till September 2019. His expertise is in organic management, designing and developing zero waste systems at both community level, as well as strategizing the zero waste programs and campaign. So I welcome Mr. Shibu Nair to talk to us on waste management. You can be the change. So Shibu Nair, over to you. Thank you, Mr. Senthil. ഒരുപക്ഷെ എനിക്ക് സന്തോഷമുണ്ട് വീണ്ടും WWFന്റെ ഒരു ഫോറത്തിൽ സംസാരിക്കാനായിട്ട്, പ്രത്യേകിച്ച് വോളണ്ടിയേഴ്സിനോട് സംസാരിക്കുന്നതിൽ. അപ്പം എല്ലാവരോടും ഇന്ന് വൈകുന്നേരം ഇതിനു വേണ്ടി കൂടിയ എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പം എനിക്കൊന്ന് കുറച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷന് കൂടി ആവശ്യമുണ്ട്. ഒന്ന്, നിങ്ങൾ ഓരോരുത്തരെയും പോലെ WWFന്റെ വോളണ്ടിയർ ആയിട്ടാണ് ഞാനും തുടങ്ങിയത്. 91 ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത്, എനിക്കൊന്ന് ആദ്യമായിട്ടാണ് കേരളത്തിലെ WWFന്റെ ഒരു ഓഫീസ് തുടങ്ങുന്നത്. അത് തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് നേച്ചർ ക്ലബ് മൂവ്മെന്റ് WWFന്റെ കീഴിലാണ് അന്ന് കേരളത്തിലെ നേച്ചർ ക്ലബ്ബുകൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ അന്ന് അതിന്റെ സംഘാടനത്തിന് വേണ്ടി സ്കൂളുകൾക്ക് പുറത്തുള്ള യൂത്ത് ക്ലബ്ബുകൾ അടക്കം കേരളത്തിലെമ്പാടും നേച്ചർ ക്ലബ്ബുകൾ ഓർഗനൈസ് ചെയ്യുന്നതിനും കുട്ടികളുടെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും, പ്രത്യേകിച്ച് സംഘാടകൻ എന്നുള്ള റിസോഴ്സ് പേഴ്സൺ ആയിട്ടല്ല, മറിച്ച് ഇതിന്റെ ലോജിസ്റ്റിക് സപ്പോർട്ട്, അതുപോലെ തന്നെ ക്യാമ്പിലേക്കുള്ള സാധനങ്ങൾ എത്തിക്കല്, കത്തുകൾ എഴുതല്. അന്ന് നമുക്കിതുപോലെ ഇമെയിൽ സൗകര്യമൊന്നുമില്ല, പോസ്റ്റ് കാർഡ്സ് എഴുത്തായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് വോളണ്ടിയേഴ്സ്, പല കോളേജുകളിൽ നിന്നുള്ള വോളണ്ടിയേഴ്സ് ഒരുമിച്ചിരുന്നിട്ടാണ് WWFന്റെ ഓഫീസിലിരുന്ന് 15 പൈസയുടെ പോസ്റ്റ് കാർഡിൽ എല്ലാവർക്കും കൃത്യമായി കത്തെഴുതിയതുമായിരുന്നു. തിരുവനന്തപുരത്ത് മ്യൂസിയം ഹാളിൽ, മ്യൂസിയത്തെ ഓഡിറ്റോറിയത്തില് എല്ലാ മാസവും വൈകുന്നേരങ്ങളിൽ ഫിലിം ഷോ ഉണ്ടായിരുന്നു. ആ ഫിലിം ഷോ എന്ന് പറയുന്നത് 16mm ഫിലിംസ് ആണ്. ഞങ്ങൾ ഇന്ത്യയിൽ തന്നെയുള്ള വിവിധ രാജ്യങ്ങളുടെ എംബസികളിലേക്ക് കത്തെഴുതി അവിടെ നിന്ന് എൻവയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ സംഘടിപ്പിച്ച് അത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് നമ്മൾ സ്കൂളുകളിലും, അത് WWFന്റെ ഒരു ചുമതലയിൽ നടന്നിട്ടുള്ള ഒരു വലിയ പ്രവർത്തനമാണ്. അതിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു 80കൾക്ക് ശേഷം, 80കളിലാണ് കേരളത്തിൽ ആദ്യത്തെ തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ് മൂവ്മെന്റ് ഉണ്ടാകുന്നത്. പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മകളും ചർച്ചകളും അതൊരു മുഖ്യധാരാ വിഷയമാകുന്നതൊക്കെ സൈലന്റ് വാലി ക്യാമ്പയിന് ശേഷമാണ്. 80കളിലൊക്കെ അത് വളരെ ഉച്ചസ്ഥായിയിൽ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതൊരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു പക്ഷേ WWFന്റെ ഇടപെടലോട് കൂടി തന്നെയാണ്. അതിനൊരു അടിസ്ഥാനം ഉണ്ടാകുന്നത്. അതായത് അതുവരെയും നമ്മുടെ പാഠപുസ്തകങ്ങളിലോ സ്കൂൾ വിദ്യാഭ്യാസത്തിലോ അല്ലെങ്കിൽ കരിക്കുലത്തിലോ നമുക്ക് എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേക്കിനെ കുറിച്ചൊരു പാഠം, അല്ലെങ്കിൽ തേക്കടിയെ കുറിച്ചൊരു മലയാളത്തിലൊരു പാഠം, അതിനപ്പുറം അല്ലെങ്കിൽ മുളയെ കുറിച്ചൊരു ചാപ്റ്റർ, അതിനപ്പുറത്തേക്കൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് മറികടന്നത് ഒരു പക്ഷേ വളരെ ചിട്ടയോട് കൂടിയുള്ള വളരെ അഗ്രസീവായിട്ടുള്ള ക്യാമ്പയിനുകളും പ്രോഗ്രാംസും, ഒരുപാട് ടീച്ചേഴ്സിനായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ അക്കാലത്ത് നടന്നിട്ടുണ്ട് ഈ 90കൾക്ക് ശേഷം. അപ്പോൾ അതിന്റെ ഒരു വലിയ ഒരു ഭാഗമായിരുന്നു ഇത്തരത്തിലുള്ള ഫിലിം ഷോ. അന്ന് നമുക്ക് ടെലിവിഷൻ ചാനൽ, ദൂരദർശൻ ഒക്കെ വരുന്നതേ ഉള്ളൂ. ദൂരദർശൻ മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റു സാധനങ്ങൾ കാണാനുള്ള. അപ്പൊ TV ഒക്കെ തന്നെ, VCR ഒക്കെ തന്നെ അത്ര ആക്സസിബിൾ ആയിട്ടുള്ള ആളുകളും കുറവാണ്. അപ്പൊ കേരളത്തിൽ കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോലും നമുക്ക് ഈ 16mm ഫിലിം കൊണ്ടുപോയി കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അത്തരത്തില് വളരെ പ്രശസ്തമായ 2 സീരീസ് ഒരു പക്ഷെ കേരളത്തിലെ ഒരുപാട് ആളുകൾ കാണുന്നത് WWFന്റെ ഒരു പ്രോഗ്രാം വഴിയായിരുന്നു. അതായത് ഇദ്ദേഹത്തിന്റെ നമ്മുടെ വലിയ സീരീസ് ഉണ്ടായിരുന്നത് ലൈഫ് ഓൺ എർത്ത്, അതുപോലെ തന്നെ ദ ലിവിങ് പ്ലാനറ്റ്. ഈ 2 സീരീസ് BBC-യുടെ ആയിട്ടുള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്നും വളരെ അധികം ആളുകൾ വളരെ താല്പര്യത്തോടെ കാണുന്ന ഒരു സീരീസാണ്. ലോകത്തിന്റെ വൈവിധ്യത്തിനെ കുറിച്ച്, ജൈവ വൈവിധ്യത്തിനെ കുറിച്ചൊക്കെ തന്നെ പറയുന്ന 11 പാർട്ടുകളായിട്ട് 11 മണിക്കൂറിന്റെ സിനിമകളാണ്. ഇതൊക്കെ തന്നെ കേരളത്തിന്റെ പല ഭാഗത്ത് സ്കൂളുകളിൽ, ഗ്രാമങ്ങളിലൊക്കെ തന്നെ കൊണ്ടു നടന്ന് കാണിക്കുകയും അതിനെക്കുറിച്ച് ആളുകളോട് സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാനും ഒരു വോളണ്ടിയർ ആയിട്ട് ഇതിനകത്തേക്ക് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് തണലിന്റെ ഭാഗം ആയിട്ട് മാറുന്നതും. അത് ഞങ്ങൾക്കൊരു നേച്ചർ ക്ലബ്ബ് ഉണ്ടായിരുന്നു.
ഞങ്ങളുടെ നേച്ചർ ക്ലബിന്റെ പേര് ഹമ്മിങ് ബേർഡ്സ് എന്നായിരുന്നു. ഹമ്മിങ് ബേർഡ്സ് നേച്ചർ ക്ലബ് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് മ്യൂസിയം ആസ്ഥാനമാക്കിയിട്ട് ആർട്സ് കോളേജിൽ പഠിച്ചിരുന്ന ഞങ്ങളൊരു 5-6 പേര് മാത്രമുള്ള ഒരു ക്ലബ്ബായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് WWFിനോടൊപ്പം യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്നതിനേക്കാൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ കഴിഞ്ഞതൊക്കെ തന്നെയും ആ ഒരു വോളണ്ടിയറിങ് പീരീഡിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെയൊക്കെ പോലെ തന്നെ വോളണ്ടിയർ ആയിട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. വളരെ കൂടുതൽ കാലം WWFിനോടൊപ്പം യാത്ര ചെയ്യുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെയും കുറെ കാലത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം എനിക്കൊണ്ട് ശിവകുമാർ 1-2 തവണയായിട്ട് ചില പരിപാടികളിലൊക്കെ വിളിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസാരിക്കാനായിട്ട്. അങ്ങനെയാണ് വീണ്ടും പഴയ തറവാട്ടിലേക്ക് തിരിച്ചു വന്ന് കയറി പോകുന്നൊരവസ്ഥയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു അവസരം തന്നതിന് ശിവകുമാറിന് പ്രത്യേകിച്ച് തുടക്കത്തിൽ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു, നമ്മൾ ഇപ്പം കടന്നു പോകുന്ന കോവിഡ് ഒരു കാലഘട്ടം നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത, എല്ലാം വളരെ സ്മൂത്തായിട്ട് പോകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഏതാനും ഗ്രാം മാത്രം വരും ഈ ടോട്ടൽ ഈ കോവിഡ് വൈറസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ലോകത്ത് ഇതുവരെ ആളുകളിൽ ഇൻഫെക്ട് ചെയ്തിട്ടുള്ള കോവിഡ് വൈറസിനെ എല്ലാം കൂടെ നമ്മൾ തൂക്കിപ്പറക്കി ഒന്ന് വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏതാനും ഗ്രാം വരുന്നു അതുപോലും സംശയമാണ്. അത്രമാത്രമുള്ള വെയിറ്റിലുള്ള ഒരു സാധനമാണ് ഈ ലോകത്തിനെ മുഴുവനും പിടിച്ച് കെട്ടിയിരിക്കുന്നത്. 2020 കേൾക്കുമ്പോൾ വളരെ ഫാൻസി ആയിട്ടുള്ള നമ്പറാണ് 2020. അതുകൊണ്ട് തന്നെ പല ഓർഗനൈസേഷൻസും പല ഗവൺമെന്റുകളും പല ആളുകളും ഒക്കെ തന്നെ ഒരുപാട് ഫാൻസി നമ്പർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പുതിയ കാര്യങ്ങൾക്കായിട്ട് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ടൈമാണ് 2020 ഗോൾസ് എന്ന് പറഞ്ഞിട്ട്. അത് വളരെയധികം പ്രതീക്ഷയോടെ നമ്മൾ നോക്കിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മാരണം നമ്മളെല്ലാവരെയും അടിച്ചിടുന്നത്. അത് നമ്മുടെ മൊത്തം ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, ജീവിത പരിസരങ്ങളിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ വലിയ, നമ്മൾ എത്ര സുരക്ഷിതരായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വത്തിനെ കുറിച്ചുള്ള നമുക്കുണ്ടായിരുന്ന മിഥ്യാധാരണകൾ മുഴുവനും ഈ ഒരു രോഗം മാറ്റിമറിച്ചിട്ടുണ്ട്. അത് ചൈനയിൽ വുഹാനിൽ വരുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം കെയർലെസ് ആയിരുന്നു എന്ന് തന്നെയാണ് പറയാം. കാരണം നമ്മൾ കുറച്ചധികം നമുക്ക് സുരക്ഷിതത്വ ബോധം നമുക്കുണ്ടായിരുന്നു. നമുക്ക് നമ്മളെക്കുറിച്ച് ഓവർ കോൺഫിഡന്റ് ആയിരുന്നു എന്ന് തന്നെ പറയണം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതൊന്നും വരില്ല എന്ന് നമ്മൾ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള മുൻകരുതലുകൾ എടുത്തിട്ടില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞ് അസുഖം വന്നു കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മളിപ്പം റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മുൻകരുതലുകളുടെ കാര്യത്തിൽ നമ്മളിപ്പോഴും പിറകിലാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മൊത്തം പോപ്പുലേഷന്റെ, ഇപ്പൊ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 3.5 കോടി ജനമുള്ളതിനകത്ത് ഏതാണ്ട് 1 ലക്ഷം പേരാണ് ഇതുവരെ ഈ രോഗം ബാധിച്ചിട്ടുള്ളത്. അത് എത്ര പെർസെന്റേജ്? വളരെ ചെറിയൊരു പെർസെന്റേജ് വരുള്ളൂ. അതിൽ തന്നെ ആ രോഗം ബാധിച്ചതിൽ തന്നെ ഒരു 0.4% ആളുകൾ മാത്രമാണ് മരിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴും അതൊരു വളരെ സീരിയസ് വിഷയമായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ അത് സീരിയസ് വിഷയമായിട്ട് എടുക്കാത്തതോ ഈ 0.4% കണ്ടിട്ടാണ് നമ്മൾ ഈ സീരിയസ് ആയിട്ട് എടുക്കാത്തത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലുള്ള ആരോഗ്യ സംവിധാനങ്ങളുടെ കപ്പാസിറ്റി ഏതാണ്ട് സാച്ചുറേറ്റഡ് ആകുന്ന, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ നമ്പേഴ്സ്. ഇത് ഒറ്റയടിക്ക് കേരളത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ 10% വരികയാണെങ്കിൽ ഈ 0.4% എന്നുള്ളത് അപ്പോഴും 0.4% ആയിരിക്കില്ല, ഒരു പക്ഷെ അതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. അത് ചിലപ്പോൾ 2-3% പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നമ്മൾ അതാണ് കണ്ടത്. ഒരു വലിയൊരു സർജ് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ മെഡിക്കൽ കെയറിന് താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ചികിത്സ കിട്ടാതെ തന്നെ, അല്ലെങ്കിൽ രോഗം വശമായിട്ട് തന്നെ ആളുകൾ മരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള വളരെ അരക്ഷിതത്വം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്ന മാറ്റം പോലെ തന്നെ വേസ്റ്റിന്റെ കാര്യത്തിലും ഒരുപക്ഷെ ഈ കോവിഡ് തുടങ്ങിയ സമയത്ത് നമ്മൾ പലരും ഫാന്റസൈസ് ചെയ്തിരുന്ന സാധനം ചിലതോ ഇപ്പോ ഡൽഹിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹിമാലയം കാണാം അന്തരീക്ഷത്തിൽ. കാരണം ലോക്ക്ഡൌണിന്റെ ആ തുടക്ക കാലങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു. കാരണം പരിസ്ഥിതി പ്രേമികൾ അല്ലെങ്കിൽ പാരിസ്ഥിതിക ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ആളുകൾ നിലയിൽ ഡൽഹിയിലെ പൊല്യൂഷൻ കുറഞ്ഞു, വണ്ടികളൊന്നും ഓടുന്നില്ല, ഫാക്ടറികളൊന്നും പ്രവർത്തിക്കുന്നില്ല, ഇപ്പം പക്ഷികളൊക്കെ തിരിച്ചു വരുന്നു, നമ്മുടെ പട്ടണത്തിനകത്തൂടെ വന്യജീവികൾ നടക്കുന്നു. അപ്പൊ അതിനകത്തൊക്കെ നമ്മൾ കുറച്ച് കൗതുകമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഈ കൗതുകമായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ്. ബാക്കിയുള്ളവർ അവിടെ അവര് അടുത്ത ദിവസം എങ്ങനെ തള്ളി നീക്കുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്നൊക്കെ മാറി. അപ്പോൾ നമ്മൾ കരുതിയിരുന്ന വെച്ചാല് മൊത്തം ഗ്ലോബൽ വാർമിങ്ങിന്റെ കാര്യത്തിൽ വലിയൊരു വ്യത്യാസം ഉണ്ടായി. കാരണം ഈ എമിഷൻ കുറയ്ക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകള് കോൺഫറൻസ് ഓഫ് പാർട്ടീസിനകത്ത്, ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺഫറൻസ് ഓഫ് പാർട്ടീസിനകത്ത് നടക്കുന്ന സമയത്ത് അമേരിക്കയും തമ്മിലുള്ള വണ്ടികളും ടാർജറ്റ് ഫിക്സ് ചെയ്യുന്നതിനകത്തുള്ള ഇപ്പം 2 ഡിഗ്രി എന്നുള്ള ടാർജറ്റിന് പോലും
പറ്റില്ല എന്ന് പറഞ്ഞ് പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണ വന്നത്. അപ്പോൾ കൊറോണ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ആ എമിഷൻ ആരും പറയാതെ തന്നെ എല്ലാവരുടെയും എമിഷൻ ഓട്ടോമാറ്റിക്കായിട്ട് താഴേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അതൊരു താൽക്കാലിക പ്രതിഭാസമായിരുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പൊ തിരിച്ച് നമ്മൾ വേസ്റ്റിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പുതിയ കൂടുതൽ വേസ്റ്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൂടുതലും മാസ്കുകൾ, ഗ്ലൗസ്, സാനിറ്റൈസേഴ്സ്, സാനിറ്റൈസ് ചെയ്യുന്ന വൈപ്സ്, മറ്റേ പോളി പ്രൊപ്പിലിന്റെ വൈപ്സ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇപ്പൊ ഒരുപാട് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം എൻ്റെ ഓർഗനൈസേഷനെ കുറിച്ചുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. അപ്പോൾ ഈ ഗയ എന്ന് പറയുന്നത് ലോകമെമ്പാടും ഉള്ള 800-ൽ പരം ഗ്രാസ് റൂട്ട്സ് ഓർഗനൈസേഷൻസിന്റെ ഒരു നെറ്റ്വർക്കാണ്. ഇതൊരു ശൃംഖലയാണ്. ഈ 90-ലധികം രാജ്യങ്ങളിലായിട്ട് ഇത്രയും സംഘടനകൾ. അത് പ്രത്യേകിച്ച് മാലിന്യ നിർമ്മാർജ്ജനം, സീറോ വേസ്റ്റ്, ക്ലൈമറ്റ് ചേഞ്ച്, ടോക്സിക്സ്, ഹെൽത്ത് കെയർ വേസ്റ്റ് മാനേജ്മെന്റ്, അങ്ങനെ പല മേഖലകളിൽ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുണ്ട്, ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റീസ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വലിയ നെറ്റ്വർക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ കോവിഡ് കാലത്ത് കുറച്ച് ചില ഇടപെടലുകളൊക്കെ നമ്മൾ നടത്താൻ ശ്രമിച്ചു. നമ്മൾ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരുന്നത് വേസ്റ്റ് പിക്കേഴ്സിന് വേണ്ടിയിട്ടാണ്. കാരണം ലോകമെമ്പാടും ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പരിസ്ഥിതി പ്രവർത്തകർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ സംശയം കൂടാതെ പറയുന്ന ഒരു കാര്യം നമ്മുടെ ആക്രി വർക്കുകാരാണ്. കാരണം ഏറ്റവും കൂടുതൽ എനർജി കൺസർവ് ചെയ്യുന്നതിന് കാരണമാകുന്നത്, ഏറ്റവും കൂടുതൽ റിസോഴ്സ് റിക്കവറി ചെയ്യുന്നത്, റിസോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇപ്പം കൺസർവേഷൻ എന്നുള്ള ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ എനർജിയും റിസോഴ്സസും പാഴായി പോകാതെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള ഈ ആക്രി പെറുക്കുകാരാണ്. ലോകത്തിലെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻഫോർമൽ സെക്ടർ ഏറ്റവും വലിയ സെക്ടറാണ്. ആ ഇൻഫോർമൽ സെക്ടറിനകത്ത് ജോലി ചെയ്യുന്ന അസംഘടിതരായിട്ടുള്ള തൊഴിലാളികളാണ്. അപ്പൊ ഈ കോവിഡ് കാലമായപ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്. രണ്ട്, ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന അപകട സാധ്യതയും വളരെയധികം കൂടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സഹായിക്കേണ്ടത്, പ്രത്യേകിച്ച് ഇവിടെ ഇന്ത്യയിൽ അത്തരത്തിൽ സംഘടിതമായ രീതിയിൽ ഈ ആക്രി വർക്കർ അല്ലെങ്കിൽ വേസ്റ്റ് പിക്കേഴ്സ് പ്രവർത്തിക്കുന്ന, വേസ്റ്റ് മാനേജ്മെന്റ് രംഗത്ത് നേരിട്ട് പ്രവർത്തിക്കുന്ന പട്ടണങ്ങളാണ് ബാംഗ്ലൂർ, പൂനെ, മുംബൈ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങൾ. അപ്പൊ അവിടെങ്ങളിലുള്ള അവർക്ക് കുറച്ച് സഹായം എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നടത്തിയിരുന്നു. അത്ര അവിടെ നിൽക്കട്ടെ. ഇനി പറയാനുള്ളത് നമ്മുടെ ഈ കോവിഡ് കാലത്ത് ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് തിരുവനന്തപുരം നഗരസഭ, അപ്പൊ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കേസസ് ഉള്ളത്. അതിന് ഒരു റീസൺ ഉള്ളത്, തിരുവനന്തപുരത്ത് എയർപോർട്ട് ഉണ്ട്. തിരുവനന്തപുരത്ത് ജില്ലയിലും ഉള്ള മിക്കവാറുള്ള എല്ലാ ആളുകളെയും, തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകളും തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ കോവിഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കഴിഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ ഇവിടെയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടെ തിരുവനന്തപുരത്ത് വന്നു. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ നഗരം കൂടിയാണ് തിരുവനന്തപുരം. അപ്പൊ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് കൂടുതൽ ആളുകളുണ്ട്. അപ്പം ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ ഈ കോവിഡ് ക്വാറന്റൈൻ സെന്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ സെന്റേഴ്സ് ഒരുക്കിയ സമയത്ത് ഇവിടെ ഗ്രീൻ ആർമിയുടെ വോളണ്ടിയേഴ്സും അല്ലാതെ തന്നെ നഗരത്തിലെ ഒരുപാട് ചെറുപ്പക്കാരും ഒക്കെ തന്നെയും ഈ ഇതിനകത്ത് വോളണ്ടിയർ ചെയ്യാനായിട്ട് വന്നിരുന്നു. നഗരസഭ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നു. അപ്പോൾ ക്വാറന്റൈൻ സെന്റേഴ്സിൽ തിരുവനന്തപുരം നഗരം, നിങ്ങൾ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ആദ്യം ചേരുന്ന സാധനം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ ഓരോ പേഷ്യന്റിനും വേണ്ടിയിട്ട്, അല്ല പേഷ്യന്റ് എന്നല്ല, വരുന്ന ഓരോ യാത്രക്കാരനും വേണ്ടിയിട്ട് മുറിയിൽ ഒരു പാത്രവും ഗ്ലാസും സ്പൂണും കരുതിയിരുന്നു. അപ്പോൾ റീയൂസബിൾ, നമ്മൾ ഡിസ്പോസബിൾ വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ ചെയ്തൊരു കാര്യമാണ്. പക്ഷേ അത് പോകെ പോകെ പെട്ടെന്ന് അതിനകത്ത് ഒരു തരത്തിലുള്ള ഒരു പാനിക് മെസ്സേജ് എല്ലായിടത്തും പോവുകയും അങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നവർക്കും ഈ അസുഖം വരുമെന്നും അതുകൊണ്ട് അതൊന്നും പറ്റില്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ ഉടനെ തന്നെ ആ സാധനം പാക്കിങ്ങിലോട്ട് മാറി. അപ്പം ഭക്ഷണം കൊണ്ടുവന്ന്, അതുവരെയും തിരുവനന്തപുരത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഭക്ഷണം അവിടെ കൊണ്ടുപോയി പാത്രത്തിൽ കൊണ്ടുപോയി പുറത്തു നിന്ന് അവരെ വിളിക്കും, അവർ പാത്രം പുറത്തേക്ക് വെക്കും, ആ പാത്രത്തിലേക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കും, അത് കഴിഞ്ഞിട്ട് അവർ അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പൊ ഇതിനകത്ത് നേരിട്ടുള്ള കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ WHO പറഞ്ഞിട്ടുള്ള മാർഗനിർദ്ദേശം അനുസരിച്ചിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഒക്കെ തന്നെ കീപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഇത് വളരെ പെട്ടെന്ന് അതിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുകയും അവിടെ നിന്ന്, അപ്പൊ ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ സെന്റേഴ്സിലൊക്കെ പോയി പരാതികൾക്കൊക്കെ ചേരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളത് മാറ്റി, എന്നാൽ അങ്ങനെ വേണ്ട, പാക്ക് ചെയ്ത് കൊണ്ടുപോവുക, കോറിഡോറിൽ എവിടെയെങ്കിലും വെക്കുക, അവർ വന്ന് എടുത്തുകൊണ്ട് പോകും. ഇത്
കേരളത്തിൽ ദിവസം 15-20 കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തിരുന്ന സമയത്തുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ദിവസം 2000-3000 പേരെയൊക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തുള്ള അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻസും ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. വീടുകളിലേക്ക് തന്നെയാണ് ക്വാറന്റൈന് പോകുന്നത്. അപ്പോഴും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഭക്ഷണം മുഴുവൻ ഇപ്പം പാക്കിങ്ങിലാണ് വരുന്നത്. ഒരുപാട് സാധനങ്ങൾ ഇപ്പം ഈ ഡോർ ഡെലിവറി സർവീസസിനെ ആശ്രയിക്കുന്നതുകൊണ്ട് പാക്കേജിങ്ങിൽ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ കുറച്ച് മാലിന്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ഈ സമയത്ത് ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്കിപ്പം അനുഭവത്തിൽ കാണുന്നുണ്ട്. സാധാരണഗതിയിൽ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിലും വേറൊരു സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ പോസിറ്റീവായിട്ട് കാണേണ്ട മറ്റൊരു കാര്യം, ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി കിറ്റുകൾ, ആളുകൾക്ക് വേണ്ടിയുള്ള ഭക്ഷ്യധാന്യ കിറ്റുകൾ കൊടുക്കുന്നതിനകത്ത് സർക്കാർ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. കാരണം അവർ ആദ്യം എടുത്ത തീരുമാനം എല്ലാം കവറിനകത്തിട്ട്, പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് കൊടുക്കാനായിരുന്നു. 85 ലക്ഷം കുടുംബങ്ങളുണ്ട്. അപ്പൊ 85 ലക്ഷം കിറ്റുകളാണ് ആദ്യം തയ്യാറാക്കിയത്. ആ 85 ലക്ഷം കിറ്റുകളും തുണിസഞ്ചിയിലേക്ക് മാറിയത് കൊണ്ട് അത്രയും നമ്മൾ സേവ് ചെയ്തു. ഇനിയിപ്പം വരുന്ന അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് കൊടുത്തപ്പോഴും ഇനി കൊടുക്കാൻ പോകുന്നതൊക്കെ തന്നെ തുണിസഞ്ചിയിലാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും പ്ലാസ്റ്റിക്കിന്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് അതിന്റെ മറ്റൊരു ഭാഗമാണ്. ഇനി നമ്മൾ ഈ ഗ്ലോബലി ഉള്ള ചില കണക്കുകളും അല്ലെങ്കിൽ ചില കാര്യങ്ങളും നമുക്ക് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിലൊന്ന്, നമ്മൾ അൺടാഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്. അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിലുള്ളതാണ്. അതായത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവര് ഈ ലോകത്തെ മുഴുവൻ വിപണിയും പരിശോധിക്കുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരിപ്പോ ഒരു ചെറിയൊരു കണക്ക് അവർ പുറത്തുവിട്ടെന്ന് വെച്ചാൽ 2019 18-19 പീരീഡിൽ ഉണ്ടായിരുന്ന ഫേസ് മാസ്കിന്റെ വിപണി മാത്രം നോക്കിയിട്ട് അവർ ഈ കോവിഡിനെ ഒന്ന് റിഫ്ലക്ട് ചെയ്യാൻ ശ്രമിച്ച അന്നത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് $800 മില്യൺ ആയിരുന്നു. അതായത് ഏതാണ്ട് 80 കോടി, നമ്മുടെ കണക്കിൽ 80 കോടി ഡോളറിന്റെ ബിസിനസ് ആയിരുന്നു ഫേസ് മാസ്ക് ഉണ്ടായിരുന്നത്. ഫേസ് മാസ്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പൊ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ ഫേസ് മാസ്ക് എന്ന് പറയുന്ന സാധനം, അത് നോൺ വോവൻ പോളിപ്രൊപ്പിലീൻ ആണ്. അത് നോൺ വോവൻ പോളിപ്രൊപ്പിലീൻ ഉപയോഗിക്കുന്ന റീസൺ അത് ഹൈഡ്രോഫോബിക് ആണ്. അതിനകത്ത് പെട്ടെന്ന് ഈർപ്പം നിൽക്കുകയില്ല, ഈർപ്പം തങ്ങില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രോഗമുള്ള ഒരാൾ തുമ്മുകയോ ചീറ്റുകയോ ചുമയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എയർബോൺ വളരെ ചെറിയ പാർട്ടിക്കിൾസിൽ വരുന്ന സാധനങ്ങൾ പോലും തങ്ങാതെ അതിനകത്ത് നിന്ന് പോകും. പക്ഷെ അതിന്റെ ആ ക്വാളിറ്റി കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ 6-8 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ ആ ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് അത് റീയൂസ് ചെയ്യരുത്, അത് കഴുകി ഉപയോഗിക്കരുത്, വേറെ ഒന്നും ചെയ്യരുത്, അത് ഉപയോഗിച്ച് അപ്പം തന്നെ ഡിസ്പോസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മാസ്കുകളുടെയും അതുപോലെ തന്നെ നമുക്ക് ഇന്ന് കേട്ടിട്ടുള്ള N95, എനിക്ക് തോന്നുന്നു നോക്കിയയുടെ N90 ഫോണുകൾക്ക് ശേഷം ലോകം ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത ഒരു പേരാണ് ഈ N95 മാസ്ക്. ഇപ്പൊ കിട്ടുന്ന എല്ലാ സാധനങ്ങളിലും N95 അടിച്ചിട്ടുണ്ട്. അത് തുണിസഞ്ചി തുണി കൊണ്ടുള്ള മാസ്ക് ആണെങ്കിലും അതില് N എന്നുള്ളതിന് പകരം W95 എന്നൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഓരോരോ സ്റ്റാൻഡേർഡ്സ് ആണ്. അങ്ങനെയുള്ള എല്ലാ മാസ്കുകൾ അടക്കമുള്ള മാർക്കറ്റാണ് ഞാൻ പറഞ്ഞ 80 കോടി. 2020 ഇതുവരെയുള്ള കണക്കുകൾ വെച്ചിട്ട് ആ മാസ്ക് വിപണിയുടെ വലിപ്പത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഒരു വൈൽഡ് ഗസ് എങ്കിലും ഉണ്ടാവുമോ? എത്രയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച്. 80 കോടി ഡോളറിന്റെ വ്യാപാരം നടന്ന മേഖലയിൽ ഇപ്പോ നമ്മുടെ കോവിഡ് വന്നതിന് ശേഷമുള്ള കണക്കുകൾ എടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? പ്രസന്റേഷൻ വല്ലതും ഉണ്ടെങ്കിൽ പ്രസന്റേഷൻ ഷെയർ ചെയ്യാട്ടോ. പ്രസന്റേഷൻ ഇല്ല, ഞാനത് അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ഈ 80 കോടിയിൽ നിന്ന് അല്ലെങ്കിൽ 800 മില്യണിൽ നിന്ന് അത് 166 ബില്യൺ എന്നാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം. 80 കോടി ഡോളറിന്റെ വ്യാപാരത്തിൽ നിന്ന് 1,66,000 കോടി ഡോളറിന്റെ ബിസിനസ് ആയിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ധാരണ കിട്ടും എന്തുമാത്രം സിംഗിൾ യൂസ് ഡിസ്പോസബിൾ മാസ്ക് മാത്രം നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള കോവിഡിന്റെ ഒരു ഇമ്പാക്ട്. ഇത്രയും സാധനങ്ങൾ സിംഗിൾ യൂസ് ആണ്, ഇത്രയും സാധനങ്ങൾ വന്നു, അത് ഉപയോഗിച്ചു, നമ്മൾ വലിച്ചെറിഞ്ഞു. ഇപ്പോൾ നമുക്ക് ലോകത്തിന്റെ പല ഭാഗത്തുനിന്നായിട്ട് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കടലുകളിൽ ധാരാളമായിട്ട് കാണുന്ന സാധനങ്ങൾ, ഒന്ന് ഫേസ് മാസ്ക് ആണ്, 2 വൈപ്സ് ആണ്, ഈ സാനിറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്, മറ്റേ ഈ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള വൈപ്സ്, അതും നോൺ വോവൻ പോളിപ്രൊപ്പിലീൻ ആണ്. പിന്നെയുള്ള സാനിറ്റൈസർ ബോട്ടിലുകൾ, പിന്നെ ലാറ്റക്സിന്റെ ഗ്ലൗസ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു പാനിക് സിറ്റുവേഷനിൽ നമ്മൾ
ഈ വൈറസിനെ പേടിച്ചിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പ്രിക്കോഷൻ ഫ്യൂച്ചറിലേക്ക് അടുത്ത ഒരു 450 വർഷത്തിലേക്കുള്ള പ്രശ്നം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളൊരു പക്ഷേ അടുത്ത ജൂണൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ വൈറസിന് ഒരു വാക്സിൻ ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഒരു പക്ഷേ ഇതിനെ സർവൈവ് ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി തീർത്തിട്ടുള്ള വേസ്റ്റിന്റെ അളവാണ് ഈ പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഈ കോവിഡ് തുടങ്ങിയ കാലത്ത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ വകുപ്പ്, അതായത് നമ്മുടെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു നിർദ്ദേശം നൽകി. ഒന്ന്, കോവിഡ് വേസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള പ്രോട്ടോകോൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം മാനേജ് ചെയ്യേണ്ടതിനെ കുറിച്ച്. അപ്പോൾ അവർ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, ഇത് ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന പ്രോട്ടോകോളിൽ മാത്രമേ കോവിഡുമായി ഒരു കോവിഡ് പേഷ്യന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ ഇരിക്കുന്ന ഒരാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മാലിന്യങ്ങളും ബയോമെഡിക്കൽ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് പോലെ മാത്രമേ കൈകാര്യം ചെയ്യാവൂ. കേൾക്കുമ്പോൾ വളരെ എളുപ്പമുള്ള കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. ഇതിനുള്ള ചുമതല കൊടുത്തത് നമ്മുടെ നാട്ടിലെ പഞ്ചായത്തുകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്, മുനിസിപ്പാലിറ്റികൾക്കും നഗരസഭകൾക്കും കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്നാണ് ഈ ഒരു ഉത്തരവ് വരുന്നത്. പക്ഷെ ഉത്തരവ് മാത്രമേ വന്നുള്ളൂ, ഉത്തരവിന്റെ കൂടെ ബാക്കി സാധനങ്ങളൊന്നും വന്നില്ല. അപ്പൊ നമ്മുടെ നാട്ടിലെ ഇതനുസരിച്ച് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഇതുവരെയുള്ള ചുമതല അതാത് ഫെസിലിറ്റികൾക്കാണ്, അതാത് ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾക്കാണ് അതിന്റെ ചുമതലയുള്ളത്, അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. അതിനകത്ത് മുനിസിപ്പാലിറ്റികൾക്ക് ആ വേസ്റ്റ് എടുത്ത് കൈകാര്യം ചെയ്യാനുള്ള എക്സ്പെർട്ടീസ് ഇല്ല, അതിനുള്ള ഫെസിലിറ്റീസും ഇല്ലാത്തതുകൊണ്ട് അത് മുഴുവനും നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കണം. അപ്പൊ അത് മുഴുവനും കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കീഴിലുള്ള ഇമേജ് എന്ന് പറയുന്ന ഫെസിലിറ്റി, പാലക്കാട് പ്രവർത്തിക്കുന്ന ഇമേജ്, IMA ഗോസിക്കോ ഫ്രണ്ട്ലി എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ് ഇമേജ്. അപ്പൊ ഇമേജ് ആണ് അത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവരുടെ കീഴിൽ ആൾറെഡി കേരളത്തിൽ ഏതാണ്ട് 15,000-ൽ പരം ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യങ്ങളെല്ലാം തന്നെ തരംതിരിച്ച് എല്ലാ ദിവസവും അവരുടെ ഫെസിലിറ്റിയിലേക്ക് പോകുന്നുണ്ട്. അവരുടെ ഫെസിലിറ്റിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 40 ടണ്ണാണ്. കേരളത്തിൽ ഒരു ദിവസം ഉണ്ടാകുന്നത് ഏതാണ്ട് 50 മുതൽ 60 ടൺ വരെ ആശുപത്രി മാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതാണ് നമ്മുടെ കണക്ക്. ഒരു ബെഡിന് ഏതാണ്ട് 2 കിലോഗ്രാം എന്ന കണക്കിലാണ് ഇതിനെ കണക്കൂട്ടിയിരിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ഒരു ബെഡിന് 2 കിലോ വേസ്റ്റ് ഒരു ദിവസം ഉണ്ടാകും എന്നുള്ള ഒരു അസംഷനിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ആശുപത്രികൾക്ക്, വലിയ ആശുപത്രികൾക്ക് സ്വന്തമായിട്ടുള്ള ഫെസിലിറ്റീസ് ഉള്ള ആശുപത്രികളുണ്ട്, ഇല്ലാത്തവരാണ് വളരെ കൂടുതലും. അപ്പൊ അതുകൊണ്ട് അവിടെയുള്ള വേസ്റ്റ് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് അവിടെയാണ്. അപ്പൊ പെട്ടെന്ന് എല്ലാ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും അവർ കോവിഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ സെന്ററുകൾ തുടങ്ങുകയും ആളുകളെ വീടുകളിൽ നിരീക്ഷണത്തിലാക്കുകയും ചെയ്തപ്പോൾ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം ആ വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും, അതായത് സ്റ്റിക്കർ ഒട്ടിച്ച വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും, അതുപോലെ തന്നെ കോവിഡ് ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലൈൻ സെന്റേഴ്സ് ഉണ്ട്, ആ ഫസ്റ്റ് ലൈൻ സെന്റേഴ്സിൽ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ തന്നെയും ശേഖരിച്ച് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് പ്രകാരം കൈകാര്യം ചെയ്യണം, അതായത് ഇമേജിന് കൊടുക്കണം. അപ്പൊ വിഷയം ആകെക്കൂടെ കേരളത്തിൽ ഒരു ദിവസം ഉണ്ടാകുന്നത് 60 ടണ്ണാണ്. അതിൻ്റെ ഏതാണ്ട് ഒരു 90% ഇവരുടെ അടുത്തേക്കാണ് പോകുന്നത്, ആ ഇമേജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഇമേജിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ദിവസം 40 ടണ്ണാണ്. അപ്പൊ നിലവിൽ അവരുടെ കപ്പാസിറ്റിക്കും മുകളിലാണ് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ ഒരു കണ്ടീഷനിൽ കേരളത്തിൽ ഒരു ദിവസം ഉണ്ടാകുന്നത്, ഈ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 200 ടണ്ണിന് മുകളിലാണ്. അപ്പൊ ഇത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു പിടിയില്ല. ഇത് മുഴുവനും അവിടെ പോകുന്നുണ്ടോ, വഴിയിൽ എവിടെയെങ്കിലും സ്റ്റോക്ക്, ഇപ്പൊ പല ആശുപത്രികളുടെയും പിന്നാമ്പുറങ്ങളിൽ കുറെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെ ആയിരിക്കും ഇത് മൂവ്, കാരണം ഒരുമിച്ച് ഇത് കൊണ്ടുപോകാനുള്ള സൗകര്യമൊന്നുമില്ല. ഇത് കൊണ്ടുപോയിട്ട് ഇത് മുഴുവനും കത്തിക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ തീരുമാനം. അപ്പൊ ഇതിനകത്ത് ചില അനാവശ്യമായ പിടിവാശികളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അത് ഈ പെട്ടെന്നൊരു തീരുമാനം എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാനൊന്നും ആർക്കും സമയമില്ല. പിന്നെ അതനുസരിച്ച് അങ്ങ് ചെയ്യുക. കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലണം, കൊന്നു കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് എന്തിനാണ് കൊല്ലാൻ പറഞ്ഞെന്ന് പിന്നീടാണ് ചോദിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇതിനിടയിലാണ് നമ്മളെ പെട്ടെന്ന് നമ്മുടെ കടകളിലൊക്കെ തന്നെ നമ്മുടെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് അത് അൺലോക്ക് തുടങ്ങിയപ്പോൾ കടകളൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങി, അവിടങ്ങളിൽ സാധനങ്ങൾ കൊടുത്തു തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഡിസ്പോസിബിൾ കപ്പുകൾ, ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ അതിലേക്ക് തിരിച്ചു വന്നത്. ആരും ചലഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ മുനിസിപ്പാലിറ്റികളൊക്കെ തന്നെയും അവരുടെ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ പറയുന്നത് ഇല്ല, നമുക്കിപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ആളുകൾക്ക് കച്ചവടം ഇതുവരെ ഇല്ലാതിരുന്ന സ്ഥലമാണ്. അപ്പം ആളുകൾക്കൊരു വിശ്വാസമില്ല. അപ്പം വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെ കൊടുക്കുന്നത്. പേപ്പർ കപ്പുകളിലും ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് വളരെ പെട്ടെന്ന് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം പല സ്ഥലങ്ങളിലും കൂടുതലായിട്ട് വരുന്നുണ്ട്. അതിനകത്തുള്ള ഒരു വലിയ അപകടം എന്ന് പറഞ്ഞാൽ
ഉദാഹരണത്തിന് ചെറിയൊരു തട്ടുകട എടുക്കുക. ആ തട്ടുകടയിൽ ആളുകൾ വന്ന് പേപ്പർ കപ്പിൽ ചായ കുടിക്കുന്നു, നേരെ അവിടുത്തെ ബിന്നിൽ ഇട്ടിട്ട് പോകുന്നു. അപ്പൊ ബിന്നിൽ കുറച്ച് കഴിയുമ്പോൾ നിറയും. ആ ബിന്നിലുള്ള സാധനം മുഴുവൻ നമ്മൾ എടുത്ത് മാറ്റണം. അതെടുത്ത് ഏറ്റവും അടുത്തുള്ള MRF മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റിയിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആരെങ്കിലും അതിനെ കൈകാര്യം ചെയ്യേണ്ടി വരുമല്ലോ. ഈ നമുക്ക് അറിയുന്ന ശാസ്ത്രം അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് പറയുന്നത് ഇത് സാധാരണഗതിയിൽ 2 ദിവസം വരെ ഈ വൈറസ് ഉണ്ടാകുന്നതാണ്. അപ്പൊ ഈ ഇതിനകത്ത് വരുന്ന ഒരാള്, ഈ ചായ കുടിച്ച ഒരാള്, അയാൾക്ക് ഇതുണ്ടെങ്കിൽ അതിൽ നിന്ന് അയാൾക്ക് പകരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ഈ കപ്പിലുണ്ടെങ്കിൽ, കാരണം ഇതെല്ലാം വെറ്റാണ്, കാരണം ഇതെല്ലാം നനഞ്ഞ സാധനങ്ങളാണ്, അതിൻ്റെ കൂടെ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇത് അതിനകത്ത് സർവൈവ് ചെയ്യുന്നതാണ്. ഈ സർഫസിൽ, ഈ പ്ലാസ്റ്റിക് സർഫസിലും പേപ്പർ സർഫസിലും ഇത് സർവൈവ് ചെയ്യും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് സർവൈവ് ചെയ്യുകയും ഇത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ. അത് കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ കാലത്തേക്ക് അത് നിലനിൽക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതൊക്കെ ശരിയാണ്, പക്ഷെ നമുക്കിപ്പോൾ അത് ചെയ്യാൻ നിവൃത്തിയില്ല എന്നുള്ളത്. ഒരു പക്ഷേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മെച്ചം ഈ സിംഗിൾ യൂസ് മാസ്കുകളുടെ കാര്യത്തിൽ നമുക്കൊരു പെട്ടെന്നൊരു റെഗുലേഷൻ കൊണ്ടുവരാൻ പറ്റി. അത് ഇതേപോലെ ഈ എല്ലാവരും സിംഗിൾ യൂസിലേക്ക് പോയി പെട്ടെന്ന് അത് കിട്ടാതായപ്പോഴേക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. എന്തായാലും നമ്മൾ തുണി മാസ്കുകളിലേക്ക് മാറാൻ പറഞ്ഞതുകൊണ്ട് റീയൂസബിൾ തുണി മാസ്കുകളാണ് ഇപ്പം ഒരുപാട് പേര് ഉപയോഗിക്കുന്നത്. അതായത് മെഡിക്കൽ ഫീൽഡിലുള്ളവർ ഒഴിച്ച്, കാരണം അവർക്ക് മാത്രമേ അതിന്റെ ആവശ്യം, ഇപ്പൊ ഹെൽത്ത് കെയർ ഫെസിലിറ്റികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ശരിക്കും അത്തരത്തിലുള്ള വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സംവിധാനങ്ങൾ വേണ്ടത്. അല്ലാതെ സാധാരണക്കാർക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു ഗൈഡ് ലൈനും കൂടെ വന്നതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് മാറേണ്ടത്. അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ നമുക്കത് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ഈ PPE അവരുടെ ഈ കവറോൾ എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് കംപ്ലീറ്റ് ശരീരം മുഴുവനും മൂടുന്ന മെറ്റീരിയൽ ഉണ്ട്, അതും പ്ലാസ്റ്റിക് ആണ്. ഇത് മുഴുവനും ഇപ്പൊ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് കത്തിച്ച് കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്കുണ്ടായിരുന്ന ഒരു സംശയം, ഞാൻ പലരോടും അത് ചോദിച്ചതാണ്, നമ്മളത് കത്തിച്ച് കളയണം. കാരണം ഇത് നമുക്ക് ഡിസിൻഫെക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അറിയുന്ന സാധനം കൊറോണ വൈറസ് ഉണ്ടെങ്കിൽ അതിനെ ഡിസിൻഫെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതായത് അതിന് ഒരു സോപ്പ് ലായനിയോ അല്ലെങ്കിൽ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനോ അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് UVO എന്ത് സാധനം വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഡിസിൻഫെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഡിസിൻഫെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലിനെ ഡിസിൻഫെക്ട് ചെയ്തിട്ട് റീസൈക്കിൾ ചെയ്യുകയല്ലേ വേണ്ടത്, അല്ലെങ്കിൽ കത്തിക്കാതിരുന്ന കൂടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതൊന്നും ഇപ്പോൾ സാധ്യമല്ല എന്നുള്ള മട്ടിലും, അതുപോലെ തന്നെ അതിനകത്തൊക്കെ ഒരുപാട് റിസ്ക് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലേക്ക് വന്നത് നമ്മുടെ നാഷണൽ ഗെയിംസ് ആണ്. നാഷണൽ ഗെയിംസിന്റെ സമയത്ത് നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കാനായിട്ട് സംസ്ഥാന ശുചിത്വ മിഷൻ തീരുമാനിച്ച് എല്ലാവർക്കും സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റീൽ കപ്പ്, സ്റ്റീൽ പ്ലേറ്റ്, അതിൽ മാത്രമേ ഭക്ഷണം കൊടുക്കുള്ളൂ എന്ന് തീരുമാനിച്ചപ്പോഴേക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട അതിന്റെ സ്പോൺസേഴ്സ് അടക്കമുള്ള ആളുകൾ വന്ന് അതിന്റെ ഈ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥയെ അവരെ ഭീഷണിപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഇതിന്റെ റിസ്ക് നിങ്ങൾ എടുക്കും, ഇവർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ, ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ, താരങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ സാധ്യത വളരെ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത്തരത്തില് ഒരു പാനിക് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സംശയം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മാലിന്യത്തിന്റെ തോത് കൂട്ടാനായിട്ട് പറ്റും. അപ്പൊ ഇപ്പൊ കോവിഡിന്റെ സമയത്ത് അതിന്റെ ഒരു മുതലെടുപ്പ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സിന്റെ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസിന്റെ കൺസംഷൻ വളരെയധികം കൂടുന്നുണ്ട്. ഇതൊന്നും ആരും ഇപ്പൊ ചലഞ്ച് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സെയിൽ നടക്കും, കൂടുതൽ ആളുകൾ വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങൾ മുഴുവനും വഴിയിൽ കളഞ്ഞിട്ട് പോവുകയും ചെയ്യും. ഇനി ഇങ്ങനെ കളയുന്ന സാധനങ്ങൾ അത് ഡിസിൻഫെക്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ഇത് എങ്ങനെയാണ് ഡിസിൻഫെക്ട് ചെയ്യാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് മുഴുവനും അവരുടെ ബാഗിലേക്ക് ഒരു പക്ഷെ സെഗ്രിഗേറ്റ് ചെയ്ത് കെട്ടി വെച്ചിട്ട് അത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ആശുപത്രികളിലാണെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നമുക്ക് ഡിസിൻഫെക്ട് ചെയ്യുന്ന സംവിധാനം ഉണ്ടെന്ന് പറയാം, പക്ഷേ ഇങ്ങനെയുള്ള താൽക്കാലിക സംവിധാനം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു സൈഡിലൂടെ നമ്മൾ മാലിന്യത്തിന്റെ അളവ് കൂട്ടുകയും മറുവശത്ത് രോഗം പരത്താനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്ന ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആരെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിനകത്ത് ഇടപെടുകയും ചെയ്തില്ലെങ്കിൽ ഇത് മോശമാവുകയും ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നതാണ് എനിക്ക് പറയുന്നത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടയിൽ പോകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചെയ്യുന്ന, അല്ല അടുത്ത് നിൽക്കുന്ന ആളോട് നമുക്ക് പറയാം. ഇപ്പൊ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ്, കടയിൽ പോകുമ്പോൾ ഞാൻ സാനിറ്റൈസർ കൊണ്ടുപോകും. ഈ നമ്മുടെ ആളുകളുടെ സംബന്ധിച്ച് സാനിറ്റൈസർ കൊണ്ടുപോകില്ല. കടയിൽ പോയിട്ട് അവിടുത്തെ സാനിറ്റൈസർ എടുക്കുകയാണെങ്കിൽ ഞാൻ പോകുമ്പോൾ ഒരു കുറച്ച് സാനിറ്റൈസർ വാങ്ങിച്ചു. അത് ബൾക്കായിട്ടുള്ളത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു 1/2 ലിറ്ററിന്റെ ബോട്ടിൽ വാങ്ങി വെച്ചിട്ട് അതിൽ നിന്ന് ഒരു കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കുപ്പിക്കകത്തേക്ക് ഒഴിച്ച് അതിങ്ങനെ റീഫിൽ ചെയ്താണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ എനിക്ക് ഒരുപാട് ബോട്ടിൽസിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. അപ്പൊ അത് പല സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ വാഹനത്തിൽ വെച്ചിട്ടുണ്ട്, എന്റെ ബാഗിനകത്ത് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ കടയിൽ പോകുമ്പോൾ എന്റെ പോക്കറ്റിലുണ്ടാവും.
അപ്പോൾ അതെടുക്കുക. അതുപോലെ തന്നെ ഒരു പേനയും കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പേരും നമ്പർ എഴുതി വെക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ആ കടയുടെ മുമ്പിൽ ചെന്നിട്ട് നമ്മളൊന്ന് കൈ തുടയ്ക്കുമ്പോൾ അത് അവർക്കുള്ള മെസ്സേജാണ്. അത് നമ്മൾ നമ്മുടെ കൈ വൃത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മാസ്ക്, തുണി മാസ്ക് ആണ് ഞാൻ വയ്ക്കുന്നത്. എല്ലാ ദിവസവും തുണി മാസ്ക്, ആ ദിവസത്തെ മാസ്ക് കഴുകി ഡെറ്റോളിന്റെ ലോഷനിൽ ഒന്ന് കഴുകി ഉണക്കി മാറ്റി വയ്ക്കും. അത് ഓരോ ദിവസവും അത് കഴുകി മാറ്റിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള റിസ്ക് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീട്ടിൽ തിരിച്ചു കയറുന്നവരെ മുഖത്ത് ഇനി എന്ത് വന്നു കഴിഞ്ഞാലും മുഖത്ത് തൊടില്ല എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തിട്ടുള്ളത് കൊണ്ട് വീട്ടിൽ വന്ന് സോപ്പിട്ട് കൈ കഴുകിയിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. കടയ്ക്കകത്ത് കയറി കഴിഞ്ഞാലും സാധനങ്ങൾ എടുക്കുമ്പോൾ ഈ എല്ലാം കൈയിട്ട് വലിച്ചു വാരുന്നതിന് പകരം അവിടെ നിന്ന് നോക്കി ഷെൽഫിൽ കാണുന്നത് അല്ലെങ്കിൽ കടയിൽ നോക്കി പറഞ്ഞ് എടുപ്പിച്ച് നോക്കിയിട്ട് മാത്രം സാധനങ്ങൾ എടുക്കുക. അല്ലാതെ വെറുതെ ഈ അതെടുത്ത് ഇതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ നമ്മൾ വിരകേണ്ട കാര്യം, പ്രത്യേകിച്ച് പച്ചക്കറിയുടെ സെക്ഷനിലൊക്കെ അങ്ങനെ ചെന്ന് വിരകേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു പേഴ്സണലി നമ്മൾ കുറച്ച് ഡിസിപ്ലിൻഡ് ആവുക, ഒരു ലിസ്റ്റ് കൊണ്ടുപോവുകയും, ഷോപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഒരു ലിസ്റ്റ് കൊണ്ടുപോവുകയും, അപ്പൊ നമുക്ക് പെട്ടെന്ന് സമയമാകും. നമ്മൾ എത്ര കൂടുതൽ സമയം നമ്മളൊരു ഷോപ്പിംഗ് ഹാളിനകത്ത് നിൽക്കുന്ന രണ്ട് റിസ്ക് ആണുള്ളത്. ഒന്ന്, നമ്മൾ കൂടുതൽ എക്സ്പോസ്ഡ് ആവും. ഇപ്പൊ അതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ നേരം നിൽക്കുമ്പോൾ നമ്മൾ കൂടുതൽ നേരം നമ്മൾ എക്സ്പോസ്ഡ് ആവും. ഒന്ന്. രണ്ട്, ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു നിശ്ചിത ആളുകളെ മാത്രമേ ഒരു കടയ്ക്കകത്ത് കയറാൻ സമ്മതിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കയറി കൂടുതൽ സമയം നിൽക്കുകയാണെങ്കിൽ നമ്മളെപ്പോലെ ഒരാൾ ആ സമയത്ത് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പൊ അവരെ കുറിച്ച് കൂടി നമ്മൾ കരുതണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളെ കുറിച്ച് വീട്ടിൽ നിന്ന് ആലോചിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ കയറിയാൽ നേരെ കടയ്ക്കകത്ത് കയറി നമ്മുടെ സാധനങ്ങൾ എടുക്കുക, അപ്പോൾ തന്നെ ബില്ല് ചെയ്ത് തിരിച്ചിറങ്ങുക. അല്ലെങ്കിൽ നമ്മൾ ഒരു കടയിലേക്ക് സാധനം വാങ്ങിക്കാൻ പോകുന്ന സ്ഥലത്ത് നമ്മൾ ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ എഴുതി കൊണ്ടുപോയി കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ അടുത്ത ഒരാളിന് സാധനം വാങ്ങാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഈ മറ്റുള്ളവരെ കൂടി കരുതിക്കൊണ്ടുള്ള ഈ ഒരു ഷോപ്പിംഗ് ബിഹേവിയറിൽ തന്നെ വളരെ വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ പൈസ കൈകാര്യം ചെയ്യുമ്പോഴേക്ക് ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഈ കോയിൻസ് കിട്ടുന്നത് മുഴുവനും അതേപോലെ കൊണ്ടുവന്ന് സോപ്പിട്ട് കഴുകി മാറ്റി വയ്ക്കും. അപ്പൊ അടുത്ത തവണ കടയിൽ പോകുമ്പോഴത്തേക്ക് അത് കൊടുക്കും. അപ്പൊ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഡിസ്ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ കുറച്ചുകൂടെ സേഫ് ആക്കുകയാണ്. അപ്പൊ അങ്ങനെ ഓരോരുത്തരും വിചാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാവും. കറൻസി നോട്ടിന്റെ കാര്യത്തിൽ നമുക്ക് തൽക്കാലം ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ആർക്കൂടെ ചെയ്യാൻ പറ്റുന്നത് രണ്ട് വെള്ള പേപ്പറിന്റെ ഇടയിൽ ഇതിനെ കയറ്റി വെച്ചിട്ട് നല്ല ചൂടോടുകൂടി ഇസ്തിരി വെച്ചിട്ട് ഇസ്തിരി ഇടുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ കൂടുതൽ നമുക്ക് ഇപ്പം തൽക്കാലം ചെയ്യാൻ മാർഗമൊന്നുമില്ല. അതിനുള്ള സംവിധാനം സർക്കാരും ഡിസിൻഫെക്ട് ചെയ്യുന്ന സംവിധാനം സർക്കാരും ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും സഞ്ചി കൊണ്ടുപോവുകയും പ്ലാസ്റ്റിക് കവറിൽ വാങ്ങാതിരിക്കുകയും പരമാവധി സാധനങ്ങൾ നേരിട്ട് പോയി നമുക്ക് പറ്റുന്നിടത്തുനിന്നൊക്കെ നമ്മൾ നേരിട്ട് സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെ ഇതിനകത്ത് നമുക്ക് ഇതിന്റെ വേസ്റ്റിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അതേസമയം ഈ രോഗം നമ്മൾ മുഖാന്തരം വേറൊരാളിലേക്ക് പകരുന്നത് നമുക്ക് തടയാനും പറ്റും. ബാക്കിയൊക്കെ നമ്മുടെ വിധി പോലെയാണ്. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും നമുക്ക് അറിയില്ല എവിടെ നിന്നാണ് വരാൻ പോകുന്നത്, നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് ഇന്ന് നമ്മളോട് ഡോക്ടർമാര്, നമ്മുടെ ആരോഗ്യ രംഗത്തുള്ള വിദഗ്ധർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ കൈയും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൈ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, മൂക്കിലേക്കും വായിലേക്കും പുറത്തുനിന്നുള്ളൊന്നും കയറാതിരിക്കാനും നമ്മുടെ പുറത്തേക്ക് പോകാതിരിക്കാനും ശ്രദ്ധിക്കാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യും. ഇപ്പൊ ഇതിനകത്ത് നമുക്കിപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് കേൾക്കുക മാത്രമല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. അത് നമ്മൾ അതുപോലെ കൃത്യമായി ഫോളോ ചെയ്യുകയും പരമാവധി മറ്റു തരത്തിലുള്ള ഡിസ്പോസിബിൾ സാധനങ്ങളുടെ, അത് ഇപ്പം പാത്രം കൊണ്ടുപോയി വാങ്ങിക്കാം. ഇപ്പം ഒരു ഹോട്ടലിൽ നിന്ന് നമുക്ക് ഭക്ഷണം വാങ്ങിക്കേണ്ടി വരുമ്പോൾ നമുക്ക് വേണ്ടി വരികയാണെങ്കിൽ നമുക്കൊരു പാത്രം കൊണ്ടുപോയി വാങ്ങിക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പാത്രം കൊടുത്താൽ മതിയല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചില ശീലങ്ങളിലേക്ക് കൂടെ പോകുന്നത് കൊണ്ട് നമുക്ക് മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കാനും അതേസമയം നമുക്ക് സുരക്ഷിതരായിരിക്കാനും പറ്റും. ഇത് ചെറിയ കാര്യമൊന്നുമല്ല, കാരണം വലിയ നമ്പേഴ്സിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമ്മൾ ഇനിയിപ്പം ഇതിപ്പം നമുക്കത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ നമുക്ക് 1 ലക്ഷം വരെ ആളുകളെ പറ്റിയിട്ടുള്ളൂ. 3.5 കോടി ജനങ്ങളിൽ 10% ആളുകളാകുമ്പോഴത്തേക്ക് അത് 35 ലക്ഷം ആളുകളിലേക്ക് ഇത് മാറും. അപ്പൊ 35 ലക്ഷം ആളുകളും ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സിലേക്ക് ഉപയോഗിക്കാനായിട്ട് അവർ മാറാൻ പോവുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ ഇതിനേക്കാളും ഭീകരമായിരിക്കും. നാളെ ഈ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ നമ്മൾ അത് ലോങ് ടേമിൽ നമ്മൾ നേരിടേണ്ടത് വരുന്ന ഒരു വലിയൊരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഇതാണ് ഇപ്പോഴുള്ള ഏതാണ്ട് ഒരു സിനാരിയോ ഉള്ളത്. എനിക്ക് തോന്നുന്നത് പുതുതായിട്ടൊന്നും നിങ്ങളോട് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ വളരെ ജനറൽ ആയിട്ട് പ്രസന്റേഷൻ ഒന്നും ഇല്ലാതെ തന്നെ സംസാരിച്ചത്. ഒരു പക്ഷേ എനിക്ക് നമ്മൾ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ചില കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളോ മറ്റു ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദമാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോൾ നിർത്തുകയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും, ഇപ്പൊ ഈ ചർച്ച കഴിഞ്ഞാലും ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം, ചോദിക്കാം, കൂടുതൽ വിവരങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ റിസോഴ്സസിലേക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് വേണമെങ്കിൽ തരാം. അപ്പൊ അതിന് എൻ്റെ ഇമെയിൽ ID ശിവകുമാറിന്റെ അടുത്തുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്, ഇവിടെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്, ഗയ shibu@noburn.org എന്നുള്ളതാണ് എൻ്റെ
ഇമെയിൽ ഐ ഡി. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് വോളണ്ടിയേഴ്സ് ആണെന്ന് അറിഞ്ഞു. അപ്പം സന്തോഷമുണ്ട്. അപ്പം വോളണ്ടിയേഴ്സിൽ ആരെങ്കിലും ഒരാൾ ഇതിനൊന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യുക. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ടിജു എന്നാണ്. സ്റ്റാഫാണ്. ഈ ഹോട്ടലുകളിലൊക്കെ ചെന്നിട്ട് ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സിന്റെ, അതായത് പ്ലേറ്റ് അല്ലെങ്കിൽ ഗ്ലാസ്, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം നിങ്ങൾ അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പം അതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ജനങ്ങൾക്ക് പേടിയുണ്ട്, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അതേസമയം ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഈ കഴിഞ്ഞ ആഴ്ച ഇടയ്ക്കൊരു 2-3 പ്രാവശ്യം പുറത്തു പോകേണ്ട സാഹചര്യത്തിൽ ചില പച്ചക്കറി കടകളിലും ചില പലചരക്ക് കടകളിലും എല്ലാം നമ്മൾ മുൻപ് നിരോധിച്ചിരുന്ന, നമ്മൾ പൊതുവെ 50 പൈസയുടെ കവർ എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കിറ്റുകൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അതിന് ഈ കൊറോണയുമായിട്ട് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. സാധാരണ ഇതിൽ ആളുകൾ മുൻപ് തുണിസഞ്ചിയൊക്കെ കൊണ്ടുവരുന്നവരിപ്പോൾ കാര്യമായിട്ട് ഇവിടെ ഇങ്ങനെ കിറ്റുകൾ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തുണിസഞ്ചികളൊന്നും കൊണ്ടുപോകാതെ കിട്ടുന്ന കിറ്റ് വാങ്ങി പച്ചക്കറിയൊക്കെ അതിട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമുക്ക് എന്തെങ്കിലും ഒരു പോളിസി ലെവലിലോ അല്ലെങ്കിൽ വീണ്ടും സർക്കാരിനെ സമീപിച്ചിട്ട് എന്തെങ്കിലും ഒരു നടപടി കൂടുതൽ ശക്തമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും നിങ്ങളിപ്പോൾ ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്? താങ്ക് യു. ഈ ചോദ്യത്തിനകത്ത് ഇതിനകത്ത് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇതിനകത്തൊരു മാനുഷിക വശം കൂടിയുണ്ട്. നമ്മളിത് ശ്രദ്ധിച്ചു. നമ്മളിത് തിരുവനന്തപുരത്താണെങ്കിലും മറ്റ് സ്ഥലങ്ങളാണെങ്കിലും ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വഴി നമ്മളിതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പം അവരുടെ പ്രശ്നം വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആളുകൾ കംപ്ലീറ്റ് തൊഴിൽ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റോഡ് വക്കത്ത് ഈ പച്ചക്കറി വിൽക്കാനോ പഴങ്ങൾ വിൽക്കാനോ നിൽക്കുന്ന ആളുകളിൽ പലരും നേരത്തെ മറ്റെന്തെങ്കിലും ജോലിയിൽ ചെയ്തിരുന്ന ആളുകൾ താൽക്കാലികമായിട്ട് ഇപ്പം ബിരിയാണി വിൽക്കാനായിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വിൽക്കാനായിട്ടും നിൽക്കുന്നതാണ്. അപ്പോൾ ഈ കോവിഡ് സമയത്ത് ആളുകൾ കൂട്ടം കൂടുന്നത് പോലീസ് ഇപ്പൊ പോലീസിനെ വെച്ചിട്ടാണ് നിയന്ത്രിക്കുന്നത്. ആളുകൾ വളരെ കുറച്ചപ്പോൾ ആളുകൾക്ക് പുറത്ത് നിൽക്കാനുള്ള ഒരു ധൈര്യമില്ല, ആരെയും വിശ്വസിക്കുന്നില്ല. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് കച്ചവടം നടത്താനുള്ള ഒരു എളുപ്പ വഴി ഇത് പാക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാരണം അവർക്ക് 2 പാക്കറ്റ് കൂടുതൽ വിറ്റാൽ അവർക്ക് അതിനകത്തുനിന്ന് ചിലപ്പോൾ 5-10 രൂപ കൂടുതൽ കിട്ടും. ആ ഒരു ശ്രമത്തിലാണ് ആളുകളുള്ളത്. അപ്പോൾ നമ്മള് എല്ലായ്പ്പോഴും നമ്മൾ പരിസ്ഥിതിയെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഇതിന്റെ എല്ലാ സെന്ററിൽ മനുഷ്യനുണ്ടല്ലോ. അപ്പൊ മനുഷ്യന്റെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡിലമയിലാണ്, ശരിക്കും അത്തരത്തിലൊരു ധർമ്മസങ്കടത്തിലാണ് ഈ പല നഗരസഭകളും. ഞാൻ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ അടുത്തൊക്കെ സംസാരിച്ചത് മനസ്സിലായി. ചിലവരെന്ന് നമ്മൾ ഇതെങ്ങനെയാണ് അവനോട് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത് മാത്രമല്ല വേറെ മാർഗ്ഗമില്ല. അവനവിടെ അതല്ല നിങ്ങൾ ആളുകളുടെ സഞ്ചിയിലേക്ക് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വന്ന് നിന്ന് വാങ്ങിക്കാനായിട്ടുള്ള ആളുകൾക്ക് നിൽക്കാനും പറ്റുന്നില്ല. അപ്പൊ അതിനിടയിലുണ്ടാകുന്ന എല്ലാവരും ഈ കൊറോണ ഇന്ന് വന്ന് അടുത്ത മാസം അല്ല അതിന്റെ അടുത്ത മാസം ഈ പ്രശ്നം തീരും എന്നുള്ള പ്രതീക്ഷയിൽ ഈ തുടക്കത്തിൽ ഇതിനകത്ത് ആരും നടപടിയൊന്നും എടുത്തില്ല. പക്ഷെ ഇതിപ്പോ നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഏതാണ്ട് അടുത്ത വർഷവും കൂടി, ഇത് അടുത്ത വർഷം ഒരു പക്ഷേ ഡിസംബർ വരെയും ഇത് ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ പോകും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഇൻഫർമേഷൻ പോയിട്ടുണ്ട്, കുറച്ചൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അതുകൊണ്ട് തന്നെ അൺലോക്ക് തുടങ്ങിയ സമയത്ത് ഇത് അൺലോക്ക് ഉണ്ടായിരുന്നില്ല. അൺലോക്ക് ഉണ്ടാകാത്ത സമയത്താണ് അവർ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഞാൻ ഉദാഹരണം പറയാൻ എനിക്ക് അറിയുന്ന ചില കേസ് എന്ന് വെച്ചാൽ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്ന മിഡിൽ ലെവൽ മാനേജ്മെന്റ് ലെവലിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളുകൾ അവരുടെ കാറിൽ എവിടെ നിന്നൊക്കെ പച്ചക്കറിയൊക്കെ, കാരണം പച്ചക്കറി വണ്ടികൾ മാത്രമാണ് കൂടുതൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ പോയി പച്ചക്കറി എടുത്ത് കൊണ്ടുവന്ന് റോഡ് സൈഡിൽ ഇട്ടിട്ട്, കാരണം വേറെ നിവൃത്തിയില്ല, അവർക്ക് ശമ്പളമില്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് പച്ചക്കറി വിൽപ്പനയ്ക്ക് ഇറങ്ങിയ ആളുകളുണ്ട്, മത്സ്യ വിൽപ്പനയ്ക്ക് ഇറങ്ങിയ ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അത് കണ്ടുകൊണ്ട് നിലവിലുണ്ടായിരുന്ന ആളുകളും പഴയ സ്റ്റോക്ക് പുറത്തേക്ക് എടുക്കാനും ഇത് ഉപയോഗിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊരു വാസ്തവമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ അൺലോക്ക് തുടങ്ങിയ ഘട്ടത്തിൽ അതിന് വീണ്ടും ഒരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് എല്ലായിടത്തേക്കും ആളുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളും ചിലപ്പോൾ പറയേണ്ടി വരും. നമ്മൾ ആളുകൾക്കൊരു വിശ്വാസം, ഇതൊരു ഇൻസ്ട്രക്ഷന്റെ പ്രശ്നമല്ല, ഇതൊരു പോളിസിയുടെയോ അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കുന്നതിന്റെ അല്ല, ഇത് കുറച്ചൊരു മനുഷ്യത്വം വേണ്ട ഒരു ഇടപാടാണ്. നമുക്ക് പറയാൻ പറ്റുന്നത്, ചേട്ടാ ഞങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് മാത്രമേ സാധനം വാങ്ങുള്ളൂ, നിങ്ങൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട, ഇപ്പൊ തിരക്കാണെങ്കിൽ കുഴപ്പമില്ല, പിന്നീട് വന്നിട്ടാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വാങ്ങുള്ളൂ, ഞാൻ സഞ്ചി കൊണ്ടുവന്ന് വാങ്ങിക്കോളാം എന്ന് ഒരു ഉറപ്പ് കൊടുക്കുകയാണെങ്കിൽ, അത്തരത്തിൽ നമ്മൾ ആളോട് സംസാരിക്കുന്നില്ലല്ലോ. നമ്മൾ ഈ കച്ചവടക്കാരോട് നമ്മൾ അവരെ ഒരു മെഷീൻസ് മാത്രമായിട്ടാണ് കാണുന്നത്. അവരും മനുഷ്യരാണ്, നമ്മളെപ്പോലെ കുടുംബമുള്ള ആളുകളാണ് എന്നുള്ളൊരു അത്തരത്തിലൊരു പരസ്പര വിശ്വാസം. എനിക്ക് ഈ കൊറോണ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സാധനം ഇത്തരത്തിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം കൊടുക്കുക, ഒരു പരസ്പര വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, അതിനുള്ള കമ്മ്യൂണിക്കേഷൻസ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ. അത്
ആ ബോഡി ലാംഗ്വേജിലാണെങ്കിലും നമ്മൾ അവിടെ ചെന്ന് ധൃതി പിടിക്കാതെ സമാധാനമായിട്ട് കഴിഞ്ഞാൽ അയാൾക്കൊരു വിശ്വാസം, ആ വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പക്ഷേ പതുക്കെ പതുക്കെ ഇത് നമുക്ക് മറികടക്കാൻ പറ്റും. ഉടനടി നമുക്ക് ഇതിനകത്ത് പോയിട്ട് അത് ബാൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് ഒരുപാട് ആളുകളുടെ നിത്യജീവിതത്തിനെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പൊ മാറും. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം കടകൾ തുറക്കാത്ത സ്ഥലങ്ങളിൽ ഈ വഴിയോര കച്ചവടക്കാർ വളരെ പെട്ടെന്ന് സാധനങ്ങൾ എടുത്ത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കവറുകൾ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു പാരിസ്ഥിതിക പ്രശ്നം തന്നെയാണ്. നിരോധിച്ച കവറുകൾ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് കുറച്ച് പേര് പൈസ ഉണ്ടാക്കുന്നുമുണ്ട്, അതും വാസ്തവമാണ്. പക്ഷെ ഷിബു, അതിനൊരു സൊല്യൂഷൻ ആണോ ഈ ഇങ്ങനെയുള്ള പണ്ട് നിരോധിച്ച കവറുകൾ മുഴുവൻ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ? അതൊരു സൊല്യൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? അതൊരു സൊല്യൂഷനല്ല ഞാൻ പറഞ്ഞത്. ഇത് സൊല്യൂഷനായിട്ടല്ല ഞാൻ പറയുന്നത്. അതൊരു സൊല്യൂഷനല്ല. നിലവിലെ സാഹചര്യത്തിൽ ആളുകൾ സർവൈവലിന് വേണ്ടിയിട്ടാണ് ഇപ്പം നോക്കുന്നത്. ഇപ്പം ഞാൻ പ്ലാസ്റ്റിക് വിരുദ്ധനാണ്. ഇപ്പം മുങ്ങിച്ചാവാൻ കിടക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന സാധനം സ്റ്റൈറോഫോമിന്റെ ഒരു തുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ പിടിക്കും. അത് പ്ലാസ്റ്റിക് ആണ്, ഞാൻ പിടിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇപ്പോഴുള്ള ഒരു റിയാലിറ്റി അതാണ്. ഈ ഒരു ധർമ്മസങ്കടം ഉള്ളത് കൊണ്ടാണ്, അതായത് നിയമത്തിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ടല്ല നടപ്പിലാക്കാത്തത്. ഇപ്പൊ ഞാൻ പലരോട് സംസാരിച്ചപ്പോൾ തിരുവനന്തപുരത്ത് മേയറോട് സംസാരിച്ചപ്പോഴും അവരും പറയുന്നൊരു വിഷയം ഇതാണ്. നമുക്കിപ്പോ അത് സീസ് ചെയ്യാം, പക്ഷെ സീസ് ചെയ്യുന്നതിനകത്ത് ഒരു മനുഷ്യത്വത്തിന്റെ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്. സംഗതി ശരിയാണ്, അത് നിയമവിരുദ്ധമാണ്. പക്ഷെ ഇപ്പം അതെങ്കിലും കാരണം നമുക്കറിയാലോ, ഇപ്പൊ നമ്മുടെ GDP മൊത്തം നോക്കണമെങ്കിൽ 25% നമ്മൾ താഴെ വന്നിട്ടുണ്ട്. അത് നാഷണൽ ലെവലിൽ. നമ്മുടെ ലോക്കൽ മാർക്കറ്റിലും ഈ പറഞ്ഞ തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് വളരെ ഒരു പക്ഷം ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥരും ബാക്കി ഭൂരിപക്ഷം ചെറുകിട കച്ചവടക്കാരോ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമുക്ക് ഇതിനകത്തൊരു ആ ഒരു പരിമിതി ഉണ്ട്. പക്ഷെ ആ പരിമിതി മറികടക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ആളുകളോട് ഇപ്പൊ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മതിയാക്കിക്കൊള്ളണം എന്നുള്ള സന്ദേശമൊക്കെ എല്ലായിടത്തും പോകുന്നുണ്ട്. പക്ഷെ ഞാൻ പറയാം, നമ്മളും കൂടി അതിനകത്ത് ഇടപെടേണ്ടത്. ചേട്ടാ അത് അങ്ങനെ വേണ്ടാന്ന് നമ്മളും കൂടി ഇടപെട്ട് പറയേണ്ടി വരും. ഇത് നിയമത്തിന്റെ കാർക്കശ്യത്തോടു കൂടി അവരോട് പറയാനുള്ള ഒരു സാഹചര്യത്തിലല്ല നമ്മൾ ഇപ്പോഴുള്ളതെന്ന് മാത്രമേ ഞാൻ സൂചിച്ചു. ഇതൊരു സൊല്യൂഷൻ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരും കൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പലചരക്ക് കടക്കാരും അല്ലെങ്കിൽ പച്ചക്കറി കടക്കാരും ഇത് ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം കൂടുതൽ രൂക്ഷമാകുന്നത്. അതാണ്. അതെ അത് നമുക്ക് പറയാൻ പറ്റണം. അത് നമ്മളൊരു കൺസ്യൂമർ എന്ന നിലയിലും ഇവിടുത്തെ ഒരു സിറ്റിസൺ എന്ന നിലയിലും നമുക്ക് അത് പറയാൻ പറ്റണം. അത് നമുക്ക് പറയാം. നിങ്ങൾ ഇപ്പം ഈ ഒരു അവസരത്തിൽ, അതായത് നമ്മൾ പറയില്ലേ, നമ്മൾ ഈ പുരകത്തുമ്പോ വാഴ വെട്ടുന്നൊരു ഏർപ്പാട് ആണ് എന്നുള്ള അങ്ങനെ മാത്രം ജസ്റ്റ് ബില്ല് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് ഈ പുരകത്തുമ്പോ വാഴ വെട്ടുന്ന ഏർപ്പാടെന്ന് ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കഴിയുമ്പോഴേ നമ്മൾ ഇവിടെ തന്നെ കാണും. നിങ്ങളുടെ കടകളിലേക്ക് ഇനി വരണോ വേണ്ടേ എന്നുള്ള അത്തരത്തിലുള്ള ചില കൺസ്യൂമർ റെസ്പോൺസസ് ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ വോളണ്ടിയേഴ്സിനൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഈ തിരുവനന്തപുരത്ത് നമ്മൾ ഈ പ്ലാസ്റ്റിക്സ് നേരിട്ടുള്ള ക്യാമ്പയിൻ അന്ന് WWF ആയിട്ടൊക്കെ ചേർന്ന് ക്യാമ്പയിൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കുറച്ചുപേര് ചെയ്തിരുന്ന ഒരു സ്ഥിരം നാടകം ഉണ്ടായിരുന്നു. വെള്ളയമ്പലത്ത് ഒരു ചെറിയൊരു ബേക്കറിയിൽ വന്നിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കും. പ്രത്യേകിച്ച് ജിലേബിയോ ലഡു ഒക്കെ നമ്മൾ ഓർഡർ ചെയ്യും. 10-15 ഓർഡർ ചെയ്ത് അവർ ഇത് പൊതിയാൻ നേരത്ത് നമ്മൾ ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഈ പ്ലാസ്റ്റിക്സ് ഒക്കെ വന്ന സമയമാണ്. അപ്പൊ പ്ലാസ്റ്റിക്സിലെടുത്ത് വിളിക്കും, ചേട്ടാ പ്ലാസ്റ്റിക് വേണ്ട, ബട്ടർ പേപ്പർ ഇല്ലെന്ന് ചോദിക്കും. അപ്പോൾ അവര് നോക്കിയിട്ട് അത് ഇത് ബട്ടർ പേപ്പർ ആണ്. അപ്പൊ നമ്മൾ അല്ല, ഇത് ബട്ടർ പേപ്പർ, ഇത് പ്ലാസ്റ്റിക് ആണ്. നമ്മൾ കാണിച്ചു കൊടുക്കും, ഇത് പ്ലാസ്റ്റിക് ആണ്, നമുക്ക് പറ്റില്ല എന്ന് പറയും. അല്ല ഇതേ ഉള്ളൂ എന്നിട്ട് എടുത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇല്ല സോറി നമുക്കത് വേണ്ട, ബട്ടർ പേപ്പർ ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ ഓർഡർ ചെയ്ത സാധനം അവിടെ ഇറക്കി വെച്ചിട്ട് വരും. ഇത് പല ആളുകൾ ഈ ഒരു ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ ഇടവിട്ടിട്ട് ചെയ്യും. അതുപോലെ തന്നെ അവിടെയുള്ള വെള്ളയമ്പലത്തുണ്ടായിരുന്ന ഒരു പച്ചക്കറി കടയിൽ ഇതേപോലെ ഈ പ്ലാസ്റ്റിക് ബാനൊക്കെ വരുന്നതിന് മുന്നേ തന്നെ കവർ വേണ്ട, പേപ്പറിൽ തന്നാൽ മതി, പൊതിഞ്ഞ് തന്നാൽ മതി എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നൊരു ഇതുണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഈ കടകളിൽ ബട്ടർ പേപ്പർ ഉണ്ട്, ബ്രൗൺ പേപ്പർ ഉണ്ട്, ബേക്കറിയിൽ സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞ പോലെ അതൊരു കൺസ്യൂമർ റെസ്പോൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊരു അനിമേറ്റഡ് സാധനമാണ്. നമ്മൾ ബോധപൂർവം അത് എന്താണ് ആൾറെഡി കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റില്ല, സാധാരണ കൺസ്യൂമേഴ്സിന് ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള നിങ്ങളെ പോലെ തന്നെയുള്ള വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ, കാരണം നിങ്ങളത് പറയുമ്പോൾ നിങ്ങൾ ആരുമായിട്ട് അലൈൻഡ് അല്ല, അതേസമയം നിങ്ങൾ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആണ്, കുറച്ചുകൂടി അവെയർ ആണ്. അത് പറയുമ്പോൾ അത് ആളുകൾ ശ്രദ്ധിക്കും. അത്തരത്തിലുള്ള മെസ്സേജിങ് ഇപ്പം നടക്കണം. നമ്മൾ ഈ നിയമമൊക്കെ അവിടെ നിൽക്കട്ടെ, കാരണം നിയമം കൊണ്ടൊന്നും നമുക്ക് ഈ സാധനങ്ങളൊന്നും നിരോധിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇന്ത്യയിൽ എല്ലാവർക്കും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആയിക്കൂടെ പ്ലാസ്റ്റിക്സിന്റെ കാര്യത്തിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ ഒരു പരിധി വരെയെങ്കിലും പിടിച്ചു നിന്നിട്ടുള്ളത് കേരളത്തിലാണ്. അത് നമ്മൾ നിയമം കൊണ്ടല്ല കൈകാര്യം ചെയ്തത്. ഗ്രീൻ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു വോളണ്ടറി ആയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ മാനേജ് ചെയ്തത്. അത് മാത്രമേ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുള്ളൂ. നിയമം കൊണ്ട് നിരോധിക്കാൻ ശ്രമിച്ച എല്ലാ സ്ഥലങ്ങളും അത് ഫെയിൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് ഈ കഴിഞ്ഞ ഒരു 15-20 കൊല്ലത്തെ ചരിത്രം നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. നിയമം ഉപയോഗിച്ച് നമ്മൾ പ്ലാസ്റ്റിക്സ് നിരോധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് മീതെ പറക്കുന്ന ആളുകളുണ്ട്.
അതിന്റെ പുറത്ത് വേറെ കാര്യങ്ങൾ നടക്കില്ല. പക്ഷെ കൺസ്യൂമറിന്റെ റെസ്പോൺസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഇപ്പൊ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പലചരക്ക് കടകളിൽ, പ്രൊവിഷൻ സ്റ്റോറുകൾ, മാർജിൻ ഫ്രീ സ്റ്റോറുകളൊക്കെ ചെന്നിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്കത് വേണ്ട എന്ന് നമ്മൾ പറയേണ്ടി വരും. നിങ്ങൾ ഇത് ചെയ്യുന്നത് മോശമാണ്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോശമാണ്, നാട് മുഴുവനും ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്ന ഒരു അപകടത്തിൽ, നമ്മൾ ഒരു അപകടത്തിനെ മാനേജ് ചെയ്യുന്ന സമയത്ത്, ഞങ്ങൾ എല്ലാവരും അതിന്റെ തിരക്കിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് വാഴ വെട്ടുന്ന ഏർപ്പാടാണ്, അതൊരു ചതിയാണ്, അങ്ങനെയുള്ള ചില വാക്കുകൾ വരും. ഇതൊരു ചതിയാണ്, നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ചതിയന്മാരാണെന്നുള്ള അവരുടെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ പറ്റും. അത്തരത്തിലുള്ള ചില കമ്മ്യൂണിക്കേഷൻ കൂടി നടക്കേണ്ടുന്ന ഒരു സമയമാണ് ഇത്. അതേസമയം ഇതിനകത്ത് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളിനെ നമ്മൾ പബ്ലിക്കലി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പൊ ഇവിടെ ഞാൻ കൊല്ലത്ത് ഉണ്ട്. കൊല്ലത്ത് ഇവിടെ മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് പ്ലാസ്റ്റിക് ബാൻ വന്നതിന് ശേഷം ഞാൻ ഇപ്പോഴും സാധാരണ ചന്തയിൽ മീനോ ഇറച്ചിയോ വാങ്ങിക്കാൻ ചെയ്യുമ്പോൾ എനിക്ക് ഇലയിൽ പൊതിഞ്ഞാണ് തരുന്നത്. ഇപ്പോൾ ഇറച്ചി ഇലയിൽ പൊതിഞ്ഞ് തരുന്നുണ്ട്, ചേമ്പല വെച്ചിട്ട് അവർ പൊതിഞ്ഞ് തരുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് ആദിച്ചു, ഞാൻ അതിന്റെ പാത്രമായിട്ടാണ് പോയത്, പാത്രവും സഞ്ചിയൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ അവർ ഇലയിൽ പൊതിഞ്ഞിട്ട് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് എൻ്റെ തന്നു, അത് എന്നെ കവറിലിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും അതിനെ പബ്ലിക്കലി അപ്രീഷിയേറ്റ് ചെയ്യും, മറ്റു സാധനങ്ങൾ നമ്മൾ പബ്ലിക്കായിട്ട് തന്നെ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യേണ്ടി വരും. അങ്ങനെയും കൂടെ ചെയ്താൽ മാത്രം, ഇത് നിയമം കൊണ്ട് മാത്രം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് എൻഫോഴ്സ് ചെയ്യാനുള്ള ആളുകൾ പോലും ഇല്ല. കാരണം എൻഫോഴ്സ് ചെയ്യേണ്ട ആളുകൾ മുഴുവനും കോവിഡ് ഡിഫൻസിന് വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും അത്തരത്തിലുള്ള എൻഫോഴ്സിങ് ആളുകളായിട്ട് അതിന്റെ നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും. നമുക്കും റൈറ്റ് ഉണ്ട്. ഒരു സിറ്റിസൺ എന്ന നിലയിൽ, ഇന്ത്യയിലെ ഒരു സിറ്റിസൺ എന്ന നിലയിൽ ഭരണഘടന തരുന്ന ഒരു അവകാശമാണ് നമ്മുടെ റൈറ്റ് ടു എൻവയോൺമെന്റിന് വേണ്ടിയിട്ട്. നമുക്ക് അത്യാവശ്യം എൻഫോഴ്സ്മെന്റ് ഓഫീസറൊക്കെ ആവാം, അത്യാവശ്യം നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അത് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷിബു, ഗുഡ് ഈവനിങ്. രഞ്ജനാണേ. ഗുഡ് ഈവനിങ് ഷിബു. ഞാനത് ഒരു കാര്യം ചോദിക്കുന്നത്, നമ്മൾ ഞാൻ ഈ കോവിഡിന്റെ ഈ പശ്ചാത്തലത്തിലല്ല, അല്ലാത്ത സമയങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയിട്ടുള്ളത് ഈ കല്യാണങ്ങളുടെ കേറ്ററിംഗ് കാണുമ്പോഴാണ്. ഈ പ്രത്യേകിച്ച് ഞാൻ പോകുന്ന ക്രിസ്ത്യൻ കല്യാണങ്ങളുടെ കേറ്ററിംഗ് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും ദേഷ്യം തോന്നിയിട്ടുള്ളത്. അതിനകത്ത് ശരിക്കും സ്പെസിഫിക്കലി ഉള്ള നോംസ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അതിന് നമ്മളത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മെക്കാനിസം ആക്ടിവിറ്റി ഉണ്ടോ? ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു മേജർ ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ഇപ്പൊ അത് നിർത്തി എല്ലാം കുപ്പി വെള്ളമാക്കി. അങ്ങനത്തെ കാര്യങ്ങള് പല ചേഞ്ചസ്, പ്ലേറ്റ്സ് ഉപയോഗിക്കുന്നതിനകത്താണെങ്കിലും അങ്ങനത്തെ പല കാര്യത്തിനകത്താണെങ്കിലും ഡിസ്പോസബിൾ ഇതിനകത്ത്. അപ്പം അതിനകത്ത് കേറ്ററിംഗ് യൂണിറ്റ്സിന് എന്തെങ്കിലും സ്പെസിഫിക് ഗൈഡ് ലൈൻസ് വേസ്റ്റിന്റെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യേണ്ടത് ആരാണ്? ഇതിനകത്ത് 2-3 പ്രശ്നങ്ങളുണ്ട് രഞ്ജൻ. ഒന്ന്, രഞ്ജൻ അറിയുന്ന കാര്യമാണ്, 2016 നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് വന്ന സമയത്ത് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള റൂളായിരുന്നു. ആ പ്രോഗ്രസീവ് ആയിട്ടുള്ള റൂളിനകത്ത് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സിനെതിരായിട്ടുള്ള ചില പൊസിഷൻസും ചില നടപടിക്രമങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിരുന്നു. അപ്പൊ അതിനകത്ത് ഉദാഹരണത്തിന് മൾട്ടിലെയർ പ്ലാസ്റ്റിക്കുകൾ ഈ വർഷത്തോടുകൂടി ഫേസ് ഔട്ട് ചെയ്യേണ്ടതാണ്. മൾട്ടിലെയർ പ്ലാസ്റ്റിക്കുകൾ ഫേസ് ഔട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ നോൺ റീസൈക്കിളബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കുന്നതിനെ കുറിച്ചും അത് ഫേസ് ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ തന്നെ നിയമത്തിൽ വളരെ ശക്തമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ 2018 ഒരു സിംഗിൾ പേജ് ഒരു അഡൻഡം, അതിനകത്ത് ഒരു ചില തിരുത്തുകൾ വരുത്തിക്കൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് ഓർഡർ ഇറക്കി. ആ ഓർഡറിനകത്ത് അവർ ഈ പെട്ടെന്ന് 1-2 വാക്കുകളുണ്ട് ഈ കംപ്ലീറ്റ് നിയമത്തിനെ അവർ സബോട്ടേജ് ചെയ്ത് വീണ്ടും പഴയ പണ്ടത്തെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിൽ കൊണ്ടുവന്നത്. അതായത് 50 മൈക്രോണിൽ താഴെയുള്ള എന്ത് സാധനവും അത് ഒഴിച്ച് ബാക്കി എല്ലാ പ്ലാസ്റ്റിക്കുകളും ഉപയോഗിക്കാമെന്നുള്ള മട്ടിലേക്കും, പ്ലാസ്റ്റിക് കത്തിച്ച് അതിൽ നിന്ന് ചൂട് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതാണ്, അല്ലെങ്കിൽ അത് റീസൈക്കിളബിൾ ആണെന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിക്കൊണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പ്ലാസ്റ്റിക് നമുക്ക് നിരോധിക്കാൻ പറ്റില്ല. മൾട്ടിലെയർ പ്ലാസ്റ്റിക്സിന്റെ നിരോധനം എടുത്തു കളഞ്ഞു. അപ്പൊ അത്തരത്തില് നാഷണൽ ലെവലുള്ള ലോ വളരെ വീക്കാണ്. അത് ഒന്നാമത്തെ പ്രശ്നം. അപ്പൊ നാഷണൽ ലെവലിലുള്ള ഒരു ലോ നിലനിൽക്കുമ്പോൾ സ്റ്റേറ്റ് ലെവലിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നമ്മൾ 500 ml താഴെ ഉള്ള ബോട്ടിൽസ് അത് നമ്മൾ നിരോധിക്കാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ചെറിയ ബോട്ടിൽ വെള്ളം കൊടുക്കുന്നത്, കുടിവെള്ളം കൊടുക്കുന്നത്, ജ്യൂസ് കൊടുക്കുന്നതൊക്കെ തന്നെ നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ അവർ കൃത്യം 500 ml തന്നെയാണ് ഇപ്പൊ കല്യാണത്തിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 500 ml ബോട്ടിൽ, മറ്റേ 300 ml ബോട്ടിലൊക്കെ ആയിരുന്നു തന്നിരുന്നത്. അതിപ്പോ മാറി അവർ 500 ml ബോട്ടിലേക്ക് മാറിയിട്ടുണ്ട്. അതിനുവേണ്ടി മാത്രം പ്രത്യേകിച്ച് കമ്പനികൾ വരെയുണ്ട്. അപ്പൊ ഈ നിയമം ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം ആ അളവിൽ ഒപ്പിച്ച് സാധനങ്ങൾ തരുന്ന ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ കാറ്ററിങ്ങിനകത്ത് ഒരുപാട് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് കയറി വരുന്നുണ്ട്. അത് നിയമപ്രകാരം നിരോധിക്കാനായിട്ട് ഇപ്പൊ 50 മൈക്രോണിന്റെ സാധനം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് എല്ലാം 50 മൈക്രോണിന് മുകളിലാണ്
നിയമപ്രകാരം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ ലീഗലായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത്, കേരളത്തിൽ നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ എന്നുള്ളത് എല്ലാ കല്യാണ മണ്ഡപങ്ങൾക്കും അതുപോലെ തന്നെ റിലീജിയസ് സെന്റേഴ്സിനൊക്കെ നമ്മൾ വളരെ ശക്തമായിട്ട് അതിനകത്തുള്ളൊരു മെസ്സേജിങ് എല്ലായിടത്തും കൊടുത്തിരുന്നു. അത് വോളണ്ടറി ആണ് എങ്കിൽ കൂടിയും അത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിരുന്നു. അതിനകത്ത് ഒരുപാട് പേര് സഹകരിച്ചിട്ടുണ്ട്, സഹകരിക്കാത്തവരുണ്ട്. അതിനകത്ത് ഹരിത കേരള മിഷൻ എങ്ങനെ ആയിരിക്കണം, ഈ പറഞ്ഞ വിവാഹങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്, അതിനകത്ത് എന്തൊക്കെ ഉപയോഗിക്കാം എന്തൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻ ഹരിത കേരള മിഷന്റെ സൈറ്റിലുണ്ട്. അതുപോലെ തന്നെ ശുചിത്വ മിഷന്റെ ഗൈഡ് ലൈൻസും, കേരളത്തിലെ ശുചിത്വ മിഷന്റെ ഗൈഡ് ലൈൻസും ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഗൈഡ് ലൈൻസ് മാത്രമാണ്, നിയമമല്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് അതാത് മുനിസിപ്പാലിറ്റികളിൽ എന്താണ് ഇവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് ഈ ഉണ്ടായ മാലിന്യങ്ങൾ ഇവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു നോക്കിയിട്ട് അതിനുള്ള ഫെസിലിറ്റി ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് അതിനനുസരിച്ച് എന്തെങ്കിലും ഫൈൻ കൊടുക്കാം. അത് കേസ് ടു കേസ് ചെയ്യാൻ എന്നല്ലാതെ അതിനൊക്കെ ഭയങ്കര നിയമപ്രകാരമായിട്ടുള്ള ഒരുപാട് കുരുക്കുണ്ട്. കാരണം ഇതിനകത്തൊരു കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോടതിയിലേക്ക് എത്തിക്കണം. അപ്പോൾ ഒരു മിനിമം ഫൈനിനപ്പുറത്തേക്ക് ഇത് ഫൈൻ അടിക്കാൻ പറ്റില്ല. അതിന് മുകളിലേക്ക് ഫൈൻ അടിക്കണമെങ്കിൽ കോടതിയിൽ എത്തുന്ന തരത്തിലേക്ക് കേസ് ചാർജ് ചെയ്യണം. കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ കേസ് എടുത്ത ഉദ്യോഗസ്ഥൻ ഇതിന്റെ പുറകിൽ ഏറ്റവും കുറഞ്ഞ 5 വർഷം നടക്കണം. അപ്പം ഇതൊക്കെ കൊണ്ടാണ് പലരും ഈ എൻഫോഴ്സ്മെന്റിലേക്ക് ഇത് പോകാത്തത്. പക്ഷെ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാനാണെങ്കിൽ കേരളത്തിൽ വിവാഹങ്ങൾ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം നടത്തണമെന്നുള്ളത് സ്റ്റേറ്റിന്റെ ഒരു പോളിസി ഗൈഡ് ലൈൻ ഉണ്ട്. അത് പരമാവധി എല്ലാ LSGകളും എല്ലാ സ്ഥലത്തേക്കും അത് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടതാണല്ലോ, ആറ്റുകാൽ പൊങ്കാല അടക്കമുള്ള വലിയ പരിപാടികളിൽ പോലും ഇതിന് ഇവിടെ നിയമം ഇല്ലാതിരുന്നിട്ട് പോലും ഇന്ത്യ ന്യൂസിലൻഡ് ക്രിക്കറ്റ് മാച്ചിനകത്ത് പെപ്സി ഉടക്ക് പറഞ്ഞു നിന്നിട്ട്, പെപ്സി മാത്രമല്ല നമ്മുടെ എന്താണ് BCC ഉടക്ക് പറഞ്ഞു നിന്നിട്ട് പോലും BCCയെ ചാലഞ്ച് ചെയ്തു. മന്ത്രി പോലും അവസാനം ഈൽഡ് ചെയ്തിട്ടും അവസാനം മേയർ കയറി ചാലഞ്ച് ചെയ്തു, ഇല്ലെങ്കിൽ ഇവിടെ കളി നടത്തണ്ടെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കൂടിയും ആ ബോട്ടിൽസ് തിരിച്ചെടുക്കാനുള്ള നിയന്ത്രണം കൊണ്ടുവന്നു. അപ്പൊ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യേണ്ടതാണ്. ഇപ്പൊ അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് അത് പബ്ലിക്കായിട്ട് എഴുതുക എന്നുള്ളതാണ്. നമുക്കിപ്പോ ഒരു ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഈ ഒരു റിലീജിയസ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിവാഹ ചടങ്ങ് നടക്കുന്ന ഒരു ഹാളിൽ അവർ കംപ്ലീറ്റ് പ്ലാസ്റ്റിക്സ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും പറ്റും. അത് എൻഫോഴ്സ് ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പാടായിരിക്കും എന്നാണ്. ഷിബു ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഇവിടെ ഒരു ചോദ്യം അല്ലാതെ കിടപ്പുണ്ടേ. ഞാൻ ആ ചാറ്റ് ബോക്സിൽ, സോറി കേട്ടോ, മിസ്റ്റർ യോഗേഷ് സംഭന, so actually he wanted to have this in English. I saw that message right only now. So Vijay Lakshmi, there was a question about, in many European countries many sustainable methods of packaging is used. For example, plastic made out of cassava which dissolves in hot water. Why it is not popular here? The question is actually about the bioplastics. So basically starch based plastics, it's called bioplastics. They call it as biodegradable, but in many cases it is basically starch plus, so starch is polymerized to make polymers, plus there are petroleum based polymers. So sometimes it is mixed with the petropolymers as well as biopolymers. So when the biopolymer disintegrate, like it get dissolved in water or disintegrated with the biological action like microbial action, but the polymer stays back. So that is one issue. Second, that this is also a bit costly, that cassava based, or more than cassava, it is mostly used like they use corn starch is used for making bioplastic. So that also have the same issue. Like there is a kind of a ongoing debate is happening globally on the potential of bioplastics, whether we should go for it or not. For example, in Australia and New Zealand, they are using completely biodegradable plastic. It's not petroplastic. It is completely made out of the starch, plant-based polymers for trash bags, so that it can be sent, like you can collect all your organic waste into that bag and it can send it to a composting facility so that it will get composted. But again, the question is that these plastics, like normally composting happens in 60 to 70 days, but even after 120 days, these bioplastic bags stays there. The problem in India is that even now, like there are many companies are right now promoting bioplastic carry bags and other stuff like single-use plastics. But the thing is that, as you know, in India, it is very easy to deceive people. Like I just take an ordinary plastic carry bag and then stamp it saying that this is bioplastic. There is no way to monitor it. So that is one major reason the government is also not opening that market. Secondly, recently the ocean explorers found bio-based plastics
in ocean, even after 3 years, not disintegrated. So that means it still have that kind of a damaging element even with the bioplastics. So bioplastic is not a kind of a solution. But in Europe, there are many other things are happening. For example, there are better dispensing systems are coming up. The designs are changing. The product designs are getting changed. For example, they used to sell what you call this shampoos in plastic sachets. So they converted that shampoo into powder form, so they don't need a plastic sachet, but it can be served in paper sachets. As well as even the dispensing channels are also getting changed. For example, they also the packing options, like instead of styrofoam, they use cardboards for especially for electronic equipments or whatever you want to do long range transportation. So there is that kind of change is happening, that is welcome. And in India also, like Amazon recently have come up with a policy to remove plastics from their packing. So in many times you find that it comes only with paper packed, either cardboard with the paper tape, not with the plastic tape. So that kind of change is also happening. So that's my answer to your question. So why it is not happening here? Actually, the organization here in Karyavattam, that CTCRI, Central Tuber Research Institute, they have done a lot of studies on cassava starch. Especially, there is one interesting finding is that they have also come up with a material which can replace these SAPs, super absorbent polymers, which is used in diapers and sanitary napkins, which can absorb water. So they have come up with a kind of a beads made out of cassava, which also have the same quality of water absorb as a kind of an absorbent. But for some reason, it is still there. It is not being used commercially. So that is, I think, I have answered your question. And there is one more question from Arun on mineral water and liquor are packed in plastic bottles. Yesterday, I saw a lot of bottles floating in Karamana River near Kontamangaru. It's actually a very sad scenario. As part of this COVID relief operations, in many places, like during the flood condition, we used to send in relief materials, mostly things bought from different parts. So this is an emergency situation. So people just buy cartons of bottled water and stuff or biscuits, things like that, and send it to for people who are in quarantine. So this is being sent. So there is a kind of a surge in total consumption of plastic bottles. So that is there. And there is no law to prevent plastic bottle, like bottling of things in plastics. Currently, we don't have a kind of a procedure, but the government of India is also planning to come up with a EPR, extended producer responsibility framework, so that the companies to hold the companies liable to collect and recycle the containers or the packing materials. But it will take another 2 to 3 years to see that in action, or maybe more than that. This right now, the plastic bottles there are systems for collection of plastics and things like that. But for some reason, people are not cooperating. And still, see, this is all about a behavior change. So this is all about kind of a sensitivity towards others, more than like a kind of like it's a. See, you have to think about others as well. Then only you will stop throwing waste into a river or into a street. So that is very important. And I think that should be our focus. See, as a person who has been working on waste management for last 20 years, more than 20 years, I'm working specifically on waste management. I found that waste management is not a kind of a technological issue. See, we have technologies, we have systems, it's all there. It's all about mindset. It's all about people's behavior. And if you look at governments are spending huge amount of money on infrastructure, technology, but it is not actually yielding to kind of a result, just because we are investing zero money in what do you call this kind of a behavior change program. Even our campaigns start with a kind of a poster and end with a poster. And most of these campaigns are not long. Actually, we are fighting a kind of a habit or a kind of a behavioral issue which was following for last 30 years, and you cannot expect it to be corrected in 3 months time. It may require a kind of a long-term, specific, focused, strategic campaign. Only that can bring in that kind of a change. We have seen that in many things like that. So I think on plastics, we need that kind of a campaign. And as volunteers, actually, you can
like you just identify these problems. So most of our the campaigns in Kerala or in largely in India, most of our campaigns are just not problem based. We just have a solution, so we believe that okay, this message is going to help us, but the message is not based on the real problems on the ground. Right now, I think what Arun suggests is that the thing which actually for Arun, it was painful to see plastic bottles floating on Karamana River. So the messaging start from that problem itself. Then only we can actually address, or we can get into minds of people. So these are some of the places we actually miss the target. As volunteers, maybe we have to bring it in front. So we have to do a kind of a real problem analysis to find out the root cause of the problems. And based on that, there should be kind of an intervention. It can be a technical intervention, or it can be a kind of a communication intervention, but that is very important. That's why it is happening. ശിവകുമാർ, അടുത്ത ചോദ്യം എന്തായിരുന്നു? പറഞ്ഞ സമയത്താണ് my question was like I see the www.noburn.org. It's a policy that waste should not be burned, right. especially dry leaf matter and all those kind of things. But Shibu, my problem is I live in Peta, actually the road. The major culprit here is the corporation staff. I am getting so fed up fighting with them. ആക്ച്വലി ഇപ്പം റോഡ് ഇങ്ങോട്ട് മുഴുവൻ തൂത്തുകൊണ്ടിരുന്ന ഒരു 80% ഇലയും അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷെ അതിന്റെ കൂടെ അവിടെ ഇവിടെ കിടക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഇതും എല്ലാം ഉണ്ട്. ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തെ പ്ലോട്ടാണ്, തുറന്നു കിടക്കുന്ന ഒരു പ്ലോട്ട്. അവിടെ കൊണ്ടുവന്നിട്ടിട്ട് രാവിലെ 6-7 ആകുമ്പോഴത്തേക്ക് അത് അവിടെ കൂട്ടിയിട്ടിട്ട് കത്തിക്കും. ഇവരെടുത്ത് അടിവെച്ച് അയാൾ he behaves as if I am not even standing there and talking to him. I am just doing my duty. ഇത് കുറെ സംസാരിച്ച് കഴിഞ്ഞ് വെന്റ് ടു ദ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസ്, ഈ ചാക്കയ്ക്ക് പേട്ടയ്ക്ക് ഇടയിലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിന്റെ അടുത്ത് പോയി ഞാൻ അവിടെയും പറഞ്ഞു. സ്റ്റിൽ എവറി ഡേ ദിസ് ഗൈസ് ആർ റിപ്പീറ്റിംഗ് ദ സെയിം തിങ്. ഒരു സിറ്റിസൺ വാട്ട് ഇസ് ദ ഓപ്ഷൻ ഔട്ട് ഓഫ് ദിസ്? ആക്ച്വലി കോർപ്പറേഷൻ ലെവലിൽ നമുക്കിത് ആക്ച്വലി ഇതൊരു വളരെ വലിയൊരു ഇഷ്യൂ ആണ്. ഇത് ഈ നമ്മളെ പറയില്ലേ, പട്ടിയുടെ വാല് കുഴലിട്ട് കഴിഞ്ഞാൽ 12 കൊല്ലം കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. See, actually, we raised this issue in corporation, I think, 2 years back, and we said you should not burn anything. So the resistance is that, see, we don't have we don't have options. So we just sweep it everything together and then we burn it. It's just dry leaves. Then I just raised this question. See, all our composting facilities in city, like right now we have something around closely more than 400 units of composting units are there in the city. And that Tumburmuri aerobic composting, you require lots of dry leaves as the carbon source. You need a lot of carbon to manage it. And in many places, I've seen that there is not enough supply of carbon sources, like there is no dry leaves. So I just asked, why don't you just keep something where people like the sweepers can actually collect this dry leaves and store it, and from there we can move it out. So the city started that initiative and even bought bags, like they bought sacks, plastic sacks, and that has been supplied to every health circle officers. Ask them to, whatever dry leaves you are collecting, keep it segregated and store it in that bags, and that will be carried to the nearest composting centers. So that will be, because during the rainy season you won't find any dry material to layer the composting facility. For that reason, they have started something, but again, in between, like it all depends upon the person who is heading the team. So in many places, it is very promptly being done. Like if you look at in Kavadiyar or even on that Palayam road, there they have like created even bins where they just keep only dry leaves in the bins. And if you go to many of these composting plants, you can see dry leaves collected and stacked in bags. So that is happening in some places, but in some places it cannot be done. Like the way people, especially even the workers, they're very adamant to what they were practicing for last 30-40 years. So that is one bigger issue. But sure, I think it should be taken to our mayor's notice. Anyway, I will just take this a note, and then I will convey this to mayor directly, and will also ask the project secretariat in Trivandrum City Corporation to, because we had to do this, like we have to report it. Continuous reporting may be required to ensure that this is being stopped. Anyway, this I will take, I will do a kind of a follow-up, and I will ask people to just... Mr. Shibu, I'm Yes. Thomas speaking. Sir.
Yeah, I have a small question. It's a very practical thing which we've been seeing. Yeah. See, most of these poultry where we go and buy our chicken and all that thing. Mm-hmm. If you go around Trivandrum, almost every road has sacks full of poultry waste put along this. Mm-hmm. My simple question is, when they are licensed, when they are being licensed, can you just not check up what is their mode of disposal so that they don't put it on the roadside? This is a big issue. Prior to licensing, there should be that mechanism should be known. Yeah, let me tell you something on this. See, when Advocate V.K. Prashant was the mayor, so we raised this issue as a kind of a technical advisor to waste management. We raised the issue of the waste. So only Trivandrum have this kind of a segregated or sector-based waste management approach. So we don't mix waste from different sectors. Like we don't collect waste from market along with waste from poultry. So we have channelized poultry waste directly to people who are disposing poultry waste. So that is the process. So we have actually established a clear channel. There is a service provider. He promptly goes and ensure that they collect poultry waste on the same day, and it is being transported either to kind of a pig farms or to rendering place, or for making converting that into compost or something like that. So that is actually right now happening. So this is a mandatory thing for every single license. So for every single poultry shops in Trivandrum city, this is very important, who have license or who have applied for license in corporation have to ensure, and they have to show a contract letter saying that there is a contract, or I have engaged this service provider which is approved by the city corporation to take away the poultry waste. So this is the condition, and that is happening with, I think, major poultry or meat shops, places like that. But to my surprise, there are a lot of small scale shops, they don't have license. They don't register it with the corporation. Even they don't mind, they don't go to the corporation office, or they don't go to, and when the health inspectors get involved, like when they want to stop it, the political pressure is very high. And plus, I think I never knew that there was a kind of a mafia on this. Like when we started collecting poultry waste from the shops, the first resistance or the first kind of a thing came from the Gunda mafia, the criminals in the city, because it was their money, because they were making money from this. This is a huge money. We found that it's a huge money because they were taking money from the shops and they were collecting the meat waste, the poultry waste, and they used to throw it somewhere. So because they have the muscle power, nobody will challenge, because they just find any empty plot, so they can just dump it and go, or they can empty that in a kind of a river or a canal. So that was happening for last 20, 30, 40 years. So there was a kind of a huge lobby of mafia, especially the very notorious criminal gangs behind this. So when we started doing this, they started chasing our service provider, like the service providers we engaged before this. And a couple of service providers actually disappeared. They said, we don't want to risk our lives. And finally, we got somebody and we were doing this. And at the same time, these criminals, even they tried to kill a couple of the corporation staff. But for some reason, with the previous mayor and with the new mayor, they were very adamant, and they said that in no case we are not going to compromise with them. So they are continuing that their efforts to do that. So with all the licensed shops, there is a condition, and every year this license has to be renewed, and every year they have to show that they are sending their waste to a authorized service provider. And there is a cross-checking. Cross-checking means from the corporation, they are also looking at the logbook, how much quantity of waste is being sent with these fellows or not. So that is being happened. But the problem is that in many places, if you go around, in many places, there are shops which do not have license. So there again, the volunteers, the consumers have a say. If we decide that we don't buy things from a non-licensed poultry shop, so there it ends. So that is the only thing which we can communicate to a person like this. We can just where is your license? Because all the shops has to show their license on the shop, and they have to show that this service provider is taking our waste. So that has to be there in their shop. We can just ask them, do you got this facility? If you don't have that facility, you are actually sending your waste back to my city or dumping somewhere. So I don't support this. I don't
pay you money, so I am not buying it. So this is a kind of a message we have to do as citizens, apart from the kind of a policy or the government intervention. I think government intervention is required, but like in this kind of a political scenario, there are so many other pressures, and especially being a very close to the power center. If you just go to a petty shop and just fine him for 500 rupees, the first call the concerned officer gets from the CM's office. That is the kind of connections people have with the power center. So that you can expect. But again, I think more than the governance system, as consumers, so I usually do that. Whenever I go to a shop, I just like check whether they have a kind of a license. Are they like, that is a kind of a promotion we are giving to the kind of an existing system. So right now, to your question, there is a system in place and it is being collected on a regular basis. It is being transported and it is being managed well. We ensure that it is not being thrown into the roads or into the water bodies. But unfortunately, we have several small scale operators and shops. They don't mind taking a license, and they are part of that gangs as well. Thank you very much, Shibu, for a wonderful answer. Thank you. Shibu, but just to add to one point, the other day I got the shock of my life when I went to Peta market to buy some meat, beef. So പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഈ ഇറച്ചി ഇങ്ങനെ തൂക്കിയിട്ടേക്കുമ്പോൾ അതിലൊരു വയലറ്റ് കളറിൽ ഒരു സീലൊക്കെ കാണുമായിരുന്നു. അപ്പം ഞാൻ അതൊന്നും കാണാത്തത് ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു ഇതെന്താണ് ഇതിനകത്ത് അങ്ങനത്തെ പരിപാടികളൊന്നും. അപ്പം പറഞ്ഞു കുന്നൂഴി സ്ലോട്ടർ ഹൗസ് ഇസ് നോട്ട് ഓപ്പറേറ്റിംഗ്. Yes. So what they openly told me is that they are buying cattle openly from Nedumangadu, Neyyattikara and all those areas, and they are cutting it in their own houses. You very openly, blatantly committed that to me. So connecting to this, then where would all that waste would be going, no? Yeah. See, the thing is that to answer your question, one, there is no slaughterhouse in Trivandrum. ശരിക്കും പറഞ്ഞാൽ we don't have, മലയാളത്തിൽ പറഞ്ഞാൽ we don't have കശാപ്പുശാല, we have only അറവുശാല. Aravashala is a kind of a crude place where you are cutting animals. But one advantage with larger animals, unlike chicken, especially for cattle, every single part of it is being traded. So there is a market for it. So it's a kind of a value-added thing for bones, for skin, and for other body parts which are not sold as meat. There are takers, and it is completely gone. I think expect that. Cow dung or that excreta from its intestine. Even intestine is actually being traded. So there is it is in a kind of waste meat product in the conventional market. You can see that in many places. So that is happening in Karamana, that area, the Kunjalimud area. It's so same. The everyday trucks are going with the bones. It's actually very crude, and it is very stinking kind of a process. So coming back to the question, the the city wanted to establish a modern slaughterhouse with all the amenities, including waste management in Kunduguri, and that is the only place they have. The problem is that people do not want to have that in their place, and for a long time it is being locked, so they couldn't operate it. I think right now there is something is happening to get it ready. So there was a kind of a proposal. The money was earmarked, the plan was ready, the project was ready. The only problem is that people do not want to have it in their place, because people do not trust them, because they know from their experience the older slaughterhouse is something like a hell. So when you go to them and say we are going to have a modern slaughterhouse, people don't take it, people don't buy it. It is going to take some time, and it is same for many places in Kerala. Major cities, they don't have people, like they just do that cutting of animals in a very crude way. So that's the reality. Even in Palayam market, it happens in the night. But this is not just a matter of waste management, it's a matter of health also. There is no medical certification of the health of the meat also. Exactly. Yeah. That is what happening right now. Yeah. We are at the mercy of fate. There is one more question here. Many houses drain their wastewater from bathroom and sink to the storm drains meant for rainwater flow. This actually polluting our streams and water bodies. Is there any policy to regulate this? Coming back to that question, actually, as per under EPA, like Environment Protection Act,
the Water Act is there. So the Water Act clearly says that the storm water drains are for rainwater. And if you want to discharge something into the storm water drain, the quality, how to ensure that that quality is equal to the storm water or equal to the rainwater. It should be that pure. You can do that, but you have to process, you have to treat the water, and then only you can open it to a drain. So that is the reality, and that is the law. And if you there is a kind of an issue, you can the government can actually fine, do something. But in practice, this is not being done. Every place, like especially in the city, even within the Trivandrum city, like you can see, most of the drains, the shops, the establishments, everyone are connecting their pipes into the drains. And right now, thanks to NGT, National Green Tribunal, so they have come up with a kind of an action plan and a strict order. So now the officers are responsible for this, and even city corporations. So they have to stop this. So right now in Trivandrum and in many cities, even in Kalamassery, Ernakulam, now they are compelled, the municipal officers and the governance system is compelled to inspect every single drains and to ensure that no wastewater is coming out, or if at all there, they have to create or provide systems to collect it or to treat it. So I think for Karamana River, it was done for a larger area, and there is a change in quality as well. So especially in places where they have people living on the bunds, they were actually opening all their, not just water from bathroom, even the black water is also going into the river, and even in Killiar. So that is being addressed, and there are steps have been taken, and the government is also, like right now, government is in a kind of a pro mode. They are not actually taking any actions against people, but they have served around more than 1,000 notices to including private officers, private buildings, government institutions, including government institutions, hospitals, households. They have served notices who were found letting their drain water going into natural water bodies or into open drains, and they were given time to solve this issue. And government is also extending their support. The state government is also providing some financial assistance in the form of subsidy to set up septic tanks or to have kind of a cluster level facilities where they don't have drainage connection. In Trivandrum, in many places, there is no drainage connection just because of geographical issues as well as the capacity of the thing. So that is being taken care of. And one more additional thing in Trivandrum city is that even those people who used to have septic tanks, so there is a kind of a practice that once in a year they empty their septage, just encouraging private parties to use tanker trucks to come and then pick the sludge from the septic tanks, and that is being emptied either on in the places like Vellani Lake or in the places of Veli or in Amelanjan, or in places like that. They used to do that. Right now, that has been completely stopped, and there is a system in place where public can actually book that service, and the same service providers are now, they become part of the formally integrated with the city's septic waste management facility. So if you have that mobile app called Smart Trivandrum, you can actually book that service. So the consumer, as a consumer, if you want to empty your septic tank after 2 years, then you can just book them, so that this truck comes and they take everything, and it is being discharged at Muttatara sewage treatment plant, and it is being processed. So it is ensured that it is not being dumped anywhere else. And the money, there was a kind of a looting, a kind of an extortion was happening on this business, because the money charge was kind of they used to charge huge money for this service. But right now it is being standardized, it is normalized, and there is for a minimum charge for within the city, that service is available. And there is no money transaction between the truck operator and the consumer. The money transaction is with the city corporation, and only when the consumer confirms that that service is being done, then only the money will be transferred. So that kind of a mechanism, and real-time monitoring of the truck movement is also there. So that part is now taken care of. So that I think that is one progressive thing happened in last 2 years. It took a lot of time, because again, it's a kind of a
controlled by the mafia in the city because it was their mine to make money. The septic tanks were actually their gold mines to mint money, not just the people, the criminals, as well as the union people within the city corporation systems as well. So that is being stopped. But yes, to your question, this is actually illegal. If somebody, like if you sent a petition to pollution control board, but there is no use to send to pollution control board because they don't have teeth, they'll just take your application, your what you call the complaint, and then they may refer it to the relevant city or relevant SG, and the LSG may be giving a notice. But this is a kind of a process happening for a long time. But yes, actually there is a law preventing letting wastewater, grey water or black water into rainwater drains or the stormwater drains. So I think because it is a volunteer-driven program, let me ask the last question, which is beneficial for the volunteers as such. Shibu, I live in Peta since the last 40 years, so I almost like every alternate day I go to Peta market. One thing which really burdens me is the heap of unsegregated waste I see there, which will have some kind of rotten vegetables, the fish that they cut and sell also, that is also thrown that side. And then they eat food from the hotels in packed plastic cover as well as in paper cover, and then they throw it there and all those things. And this fisherwomen actually sit alongside this rotten heap of waste and sell this fish. I also have to go and stand there and buy this fish. So this has been a real burden to me. I really discuss with them on whether I can put some money, pool some money, and come out with a 3-bin system where you have paper, plastic, and then organic waste or something like that. So I'm going to do like as a citizen, if somebody wants to do something for their own local area, how can we take that forward? Okay, you are actually unearthing larger issues. See, I have done a kind of a thing. I was part of a kind of an effort like this in Pale market because in the beginning of a Trivandrum waste management campaign, we picked Palayam ward as a kind of a ward where we have to do something on waste management. So the first thing was the Palayam market, the Kannamara market, which is in the heart of the city. And in the backside is the place where they sell fish, and the condition was pathetic. Mostly women traders, the fisher women who are selling fish in that place, and the area was completely unhygienic. You cannot even, if you are like after buying fish and eating it, if you are live, you should thank God, or you should believe that okay, there is God. So that was the kind of a condition, and including the way they kept fish in they were larger boxes where they kept fish, and we found lots of worms there, and it was completely unhygienic. And fortunately, with us at that time, he was MLA, Dr. Thomas. He was also with us. So we showed him, said, so this is the situation, and he said, no, we cannot allow this, and we cannot allow these women to sit like this. So actually, they were sitting outside the shed. So because there was no space inside the market area. So we have gone for that, and then he said, okay, I will try to find some fund for that. So he raised, I think, from some private CSR support as well as some money from corporation. It's a kind of a stopgap arrangement, but with a kind of a permanent situation. You might have seen that extended roof with metal pipes and a metal sheet right now it is there. So that was created. So just before making it, so we cleared the waste dumped in that area, made it like we moved that waste out, did a kind of a cleanup, and set up this shed. And after a week, when I went there, still I find lots of women sitting outside the shed. I couldn't understand. See, the problem is that when I try to just talk to them, what is happening here, what are the kind of needs you have. So there are lots of other issues. It's actually getting into larger issues. If you got time, I can give you a kind of a stint of it. One, there is a kind of a rights issue. For example, a person who is selling things in most of the markets in Trivandrum are leased. Like it's all the markets are leased. The city corporation
always it is being leased. And most of the markets are leased by people of Gundugadu Sabu, especially Palayam. I didn't know him during one article Pongala. So I was doing a kind of a campaign on plastics. So I found a shop was selling tea using plastic cups, and I went to him and said, Cheta, you cannot sell teas like this. You should have gone for steel cups. Suddenly, one guy came to me and asked, yo, what is your problem? I said, no, this is the thing. And there are actually cups available with City Corporation. Why don't you use it? So he was a bit annoyed, and he was just looking at me. And suddenly there were a couple of people just from different places in the market. And I just I said, why am I doing this? I just moved. So the person who was with me, he said, Shibu, the person who talked to you was Gundigadu Sabu. Actually, you entered into a kind of a wrong place. So this is the scenario 1. 2, the fish market area are leased to the person, and they manage it by giving like leasing it out to other people in the so they if the space is for 50 people, they give it for 100 people, and they mint money out of it. And in Palayam market, there is an issue of the women. There are union as well. So they claim it is our place, it is our right. So they don't want to move from that space. Like whatever happens, they said we don't want to move from this space, and it is our space. We establish our right. And even after that cleanup and creating that system, on the day of inauguration, there was a kind of a drama in front of V.S. Achyutanandan when he visited Palayam market. So there are a lot of underlying dynamics where even a person like me or you can offer a support. Even you cannot offer a support. See, we have designed simple, what you call portable fish vending stations. See, the problem is that fish is always, the vending is happening on the ground, and that is actually creating problem. So you can actually come up with a kind of a table design where the women will have a decent space to sit and a safer way to store fish and to cut, and you can also keep the waste, everything. But there is no takers. When we discuss with people, nobody want to take this. No, we just want to their tool is the kind of a stool. There is a wooden stool you can see in the shop. So that is being traded. So that you have to pay, say, 50 rupees for that day. So you get a stool, then you can sell the fish. And nobody is worried about the quality of the space or the way, but they still complain. The women are still complaining that they don't have a space even to urinate. There is no better toilets. So this is a condition, and there are a lot of discussion. Renovation plan was there for a long time. The problem is that nobody is willing to move out for a kind of a renovation. People are afraid that while they go out, and by the time the renovation is over, they may lose that space. So there is a kind of a issue of trust. This is same in Peta market, Perurkada market. Once there was a fire in Perurkada market, some of the shops burned down, and suddenly we found that nobody knew who constructed or who created that shops, because it was not their city office records, because somebody as a contractor, he was just running the show. So it's a kind of a larger, very complicated issue, because this is a kind of a result of a long practice. When it was a municipality, from then historically it is there. So these are the historical nexus. This has to change. So we are actually in Trivandrum, they are trying to touch one by one. So first they broke this chain of septage treatment, then this meat waste thing, and now they're stepping into the market. So right now I think Palayam, they are going to do something, and the plan is almost through. Only one by one it can be done. And just getting this, the problem is that these women workers, they are exploited in many ways, financially and physically. And the kind of the dignity, there is no dignity of work for them. There is no healthy space for them. Actually, it is, everything is against human rights violations. It's like human rights. So I think somebody have to put it together, even maybe I think one step we can do, kind of making it visible by creating a public opinion. Like if all the volunteers come together, maybe just doing a kind of a simple thing, just going around our market and come up with a kind of a status issue with a kind of issues, and then make it public. It is not just complaining. See, complaints, it will go and stay in the files. But if we can make it, see, we need this change. We want to
make this change in our market and make it a socially, like at the social platforms, social media platforms, make it a live issue, then there will be a change. I think that is something which our volunteers can do, and asking these questions every time non-violently, that how to ensure that every question should be very polite and non-violent. As I mentioned that it is people of Gundugadu Sabu and all, so you may have to, at any point of time you can expect their people, I would say. So you need to be very careful, but very systematically, very strategically we need to do. When we are in large numbers, we can also create, like with the volunteers, we can actually, if each volunteer brings in 10 voices with him, that means a minimum we can create some 1,000 voices, and that voice can be like, make it a kind of a hot issue and hot debate. And we can also raise the same questions. Like the thing is that even at the government level, they are not willing to discuss the issue. See, people, the government at the political level, they are not publicly accept the fact that, okay, this is being controlled by these and these guys. So my question was that, why are you leasing it out? City have these people, like corporation have this much offices. Why don't you do this? Or why don't you transfer it to Kudumbashree? So that is the next step. That is the one solution we see. Like if you just send it to Kudumbashree units, so there will be some more, like Kudumbashree units have their own ways of doing it, and there will be some other systems, and you are actually like freeing them from the clutches of the mafia dons in the city. So any more questions? There is a question about did we get any certificate for attending this talk? Maybe I may be getting a certificate from Shivkumar, I guess. There's a question from Sure. Sneha Karmakar. Okay. Right. Okay, anyway, it's 8:45. So I think there are no more questions. Since we have a plan to make it completely volunteer program, I think Govind is there, no? Govind? Govind? Govind ഉണ്ടല്ലോ. ഗോവിന്ദ് കേൾക്കുന്നുണ്ടോ? ഹലോ. എന്റെ ശബ്ദം അത്ര മനോഹരമായതുകൊണ്ട് പുള്ളി ഉറങ്ങിപ്പോയോ? താരാട്ട് പോലെ. ഗോവിന്ദ് കാണുന്നത് ഗോവിന്ദ് ഉണ്ട്, പക്ഷേ ഗോവിന്ദ് കേൾക്കുന്നില്ല. അല്ല, താങ്ക്സ് പറയാൻ വേണ്ടിട്ട്. Okay, so thank you, Shibu, for a wonderful session. ഇതിനു മുന്നേ ഉള്ള സെഷൻസ് എല്ലാം നമ്മൾ കരിസ്മാറ്റിക് സ്പീഷീസും അതൊക്കെ വെച്ചിട്ടുള്ള സെഷൻസ് ആയിരുന്നു. Entirely different from that, this went to another level, which is very realistic, which is very connected to the realistic issues. Anyway, thank you very much, and I think most of the people got a little bit sensitized in all the sense, taking care of their duty also. So with that confidence, and I think that is the outcome of this session, and with the great pleasure, I would like to thank Shibu to give a wonderful session, and he is not at all new to WWF. Even ഞങ്ങളൊക്കെ WWF ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഷിബു അതിന്റെ പാർട്ടായിരുന്നു. Anyway, thanks Shibu once again. So we will meet next Wednesday with another one topic on environment and nature. So till then, okay, bye. Okay. Thank you, Shibu. Bye. Good night. Good night. ശേഷം കണ്ടുകൊണ്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ അടുത്തേക്കും കാണണം. കാണാം. Okay, thank you. Okay, thank you. Night. ഹലോ. ഹലോ. അനു ഫോട്ടോ എടുക്കാൻ പറ്റുമല്ലേ? അല്ല, ഞാൻ ഫോണിൽ നിന്നാ ചേട്ടാ, സോറി. ആണോ? ഓക്കെ.
ഒരു സ്ക്രീൻഷോട്ട് ഞാൻ തരാം ശിവകുമാർ. ഓക്കെ ഓക്കെ, ശരി. Good night. ഓക്കെ, ഗുഡ് നൈറ്റ്.